പനിനീര നബിയോരിൽ കരന്താര മലക്കുകൾ പറഞ്ഞതാ ഇതാ ജോഹറായി ഉടനെ നബിയോത്ത് പറഞ്ഞതാ നബിയോടായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ആരാണ് കടന്നു വരുന്നത് എന്നറിയോ? 4 ക്യാപ്റ്റന്മാരായ മലായിക്കത്തുകളാണ്. അത്താനി ജിബ്രായീൽ വമീകായീൽ വഇസ്രാഫീൽ വഅസ്റായീൽ. ഇങ്ങനെ 4 ക്യാപ്റ്റന്മാരായ മാലാഖമാർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. കടന്നു വന്നുകൊണ്ട് ഒന്നാമതായിട്ട് വന്ന ആള് പറയാൻ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ് മൻ സ്വല്ലാ അലൈക ഫീ കുല്ലി യൗമിൻ 10 മററാത്ത് അന ആഖിദും ബിയദിഹി വഅമറുഹു അലസ്സിറാത്തി കൽ ബർഖിൽ ഖാതിം. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, മൻ സ്വല്ലാ അലൈക ഫീ കുല്ലി യൗമിൻ 10 മററാത്ത്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലേ, ആരെങ്കിലും അങ്ങയുടെ മേലിൽ ഒരു ദിവസം 10 സ്വലാത്ത് ചൊല്ലിയാൽ അന ആഖിദും ബിയദിഹി വഅമറുഹു അലസ്സിറാത്തി കൽ ബർഖിൽ ഖാതിഫി. നമ്മളൊക്കെ ഏത് സമയത്ത് ദുആ ചെയ്യുമ്പോഴും വളരെ ആവേശത്തോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാറില്ലേ? അല്ലാഹുവേ, സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന പാലമുണ്ടല്ലോ, ആ പാലം മിന്നലെ വേഗത്തിലൊന്ന് കടക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. എല്ലാവരും നല്ലതുപോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നതാണ്, അല്ലാഹുവേ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന പാലം മിന്നൽ വേഗത്തിലൊന്ന് കടക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണേ. എന്നാൽ എന്റെ ബഹുമാനമുള്ളവരെ, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഈ ഒരു കൂലി നമുക്ക് കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അന ആഖിദും ബിയദിഹി, അവന്റെ കൈ ഞാൻ അങ്ങ് പിടിക്കും, വഅമറുഹു അലസ്സിറാത്തി കൽ ബർഖിൽ ഖാതിഫി. സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന പാലം മിന്നൽ വേഗത്തിൽ അവന്റെ കൈയും പിടിച്ചുകൊണ്ട് ഞാൻ കടന്നു പോകും നബിയേ എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. രണ്ടാമത്തെ മലക്ക് വരികയാണ്. ചുരുക്കി പറയുകയാണ്, രണ്ടാമത്തെ മലക്ക് വന്നുകൊണ്ട് പറയുന്നു, ആരാണ്? വഖാല മീകാഈൽ. ബഹുമാനപ്പെട്ട മീകാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അന അസ്ഖീഹി മിൻ ഹൗലിക യാ റസൂലല്ലാഹ്. ബഹുമാനപ്പെട്ട മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നുകൊണ്ട് പറയുന്ന നബിയേ, അന അസ്ഖീഹി മിൻ ഹൗലിക. ആരെങ്കിലും ഒരാൾ ഒരു ദിവസം 10 സ്വലാത്ത് ചൊല്ലിയാൽ അങ്ങയുടെ മേൽ ആഗ്രഹത്തോടു കൂടി ഇരുന്നു കൊണ്ട്, സന്തോഷത്തോടു കൂടി ഇരുന്നു കൊണ്ട്, അവന്റെ മനസ്സിന്റെ മനോമുഖരത്തിലുള്ള മായാത്ത ചിന്തയല്ല അല്ലാഹുവിന്റെ ഹബീബായ റസൂലേ അങ്ങയോട് പങ്കുവെച്ചുകൊണ്ട് ആരെങ്കിലും ഒരു ദിവസം 10 സ്വലാത്ത് ചൊല്ലിയാൽ അന അസ്ഖീഹി മിൻ ഹൗലിക യാ റസൂലല്ലാഹ്. എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, നേരം വെളുത്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ ധ്വനിയങ്ങ് മുഴങ്ങി കഴിയുമ്പോ നല്ലതുപോലെ നേരം വെളുത്തൊന്ന് കിട്ടാൻ വേണ്ടി കാത്തിരുന്നിട്ടോ ചാടി എഴുന്നേക്കുന്ന ചെറുപ്പക്കാരാ, നിനക്ക് എന്തുകൊണ്ടാണ് നബിതങ്ങളുടെ പേർക്കൊരു 10 സ്വലാത്ത് ചൊല്ലാൻ നിനക്ക് കഴിയാതെ പോകുന്നത് മുസ്ലിമേ?
ഇന്നെന്റെ പ്രിയമുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവന്റെ വീട്ടിന്റെ അപ്പുറത്തുള്ള മറ്റുള്ള ആളുകളെ കുറിച്ച് കുറ്റം പറയാനും അവന്റെ ഭക്ഷമാംസം കൊത്തിവലിക്കാനും അവന് ഇല്ലാത്തതും കൊല്ലാത്തതുമായ കാര്യങ്ങൾ പറയാനും നിന്റെ നാവിന് എത്രയോ താക്കത്തുണ്ടെങ്കിലോ എന്റെ പ്രിയമുള്ള സഹോദരാ, നേരം വെളുക്കുക അതാ പരിശുദ്ധമാക്കപ്പെട്ട പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ ധ്വനിയെന്ന് മുഴങ്ങുമ്പോ നീ ചിന്തിക്കുന്നതെന്താ? ഇന്ന് മറ്റേ സിനിമ കാണുമല്ലോ, മറിച്ച് സിനിമ കാണുമല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഓരോരോ ദിവസങ്ങളിലോ നിന്റെ സമയങ്ങൾ ഇങ്ങനെ തള്ളി നീക്കിയിട്ടോ ആ സിനിമ നീ കണ്ടുകൊണ്ട് വന്നിട്ടോ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ വിളിച്ചു നിർത്തിയിട്ടോ ആ സിനിമയുടെ കഥ പറഞ്ഞു കൊടുക്കുന്ന ചെറുപ്പക്കാരാ, നീ ചിന്തിച്ചോ അവിടെ നിന്റെ നാക്കുകൊണ്ട് ചെയ്തു പോയ പ്രവർത്തനം എന്താ? അത് തെറ്റിന്റെ പാതയല്ലേ ഈ വാക്കളെ? എന്നാ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ബഹുമാനപ്പെട്ട മീകാഈൽ വന്നുകൊണ്ട് പറയാ, ആരെങ്കിലും ഒരാൾ ഒരു ദിവസം 10 സ്വലാത്ത് ചൊല്ലിയാൽ അന അസ്ഖീഹി മിൻ ഹൗലിക യാ റസൂലല്ലാഹ്, ഒരാൾ ഒരു ദിവസം 10 സ്വലാത്ത് ചൊല്ലിയാൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളോട് പറയുകയാണ്, അവന് അങ്ങയുടെ ഹൗലുൽ കൗസറിൽ നിന്ന് ഞാൻ അവിടുത്തെ സുന്ദരമാക്കപ്പെട്ട പാനീയം ഞാൻ കുടിപ്പിക്കും നബിയെ എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളോട് ബഹുമാനപ്പെട്ട മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. ചിന്തിച്ചു നോക്കി സഹോദരങ്ങള്, ചിന്തിച്ചു നോക്കി എത്രയോ സമയങ്ങളും മണിക്കൂറുകളും സെക്കൻഡുകളും ഒക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ സമയങ്ങൾ നമ്മൾ തള്ളി നീക്കുമ്പോൾ ഒരു നിമിഷം നാം ഒന്ന് ചിന്തിക്കണം. ഒരു ദിവസം ഒരാൾ 10 സ്വലാത്ത് ചൊല്ലിയാൽ ഈ പറയാൻ പോകുന്ന കൂലിയെല്ലാം അവനിക്ക് കിട്ടുമെങ്കിൽ അത് എനിക്ക് എന്തുകൊണ്ട് കിട്ടിക്കൂടാ എന്നൊരു ചിന്ത വെച്ചുകൊണ്ട് ഒരു ദിവസം 10 സ്വലാത്ത് ഒന്ന് ചെല്ലുവാൻ നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് ഒന്ന് സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണാൻ ആഗ്രഹം വെച്ചുകൊണ്ട് എന്റെ ബഹുമാനമുള്ളവരെ ദിവസം ഒരു 10 സ്വലാത്ത് ചൊല്ലുക. പുഞ്ചേരി പൂനീല പൂമുല്ല രാജ അകതിൽ നിലാവത്ത സുന്ദര പൂവ ആറ്റേലാം കാരുണ്യ സയ്യിദ് പൂവിനെ കാണുന്നതെന്നാണ് ഹൃദയം പോകുന്നതെന്നാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിനെ കാണുവാനും അവിടുത്തെ പച്ച കുബ്ബയൊന്ന് കൺകുളിർക്കെ ഒന്ന് കാണുവാനും കൊതിയില്ലാത്ത ഒരൊറ്റ മനുഷ്യരും ഈ ഭൂമി ലോകത്തുണ്ടാകില്ല. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ 2 കണ്ണുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് ഒന്ന് കാണുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ചുരുക്കിയാണ് പറയുന്നത്. മൂന്നാമതായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് ആര്? ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നുകൊണ്ട് പറയുകയാണ്, അന അസ്ജുദു ലില്ലാഹി തആല മാ അർഫഅ റഅസു ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നേരം വെളുത്തു കഴിഞ്ഞാൽ സുബഹി നമസ്കാരത്തിന് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട പള്ളികളുടെ മിനാരങ്ങളിൽ നിന്നും ബാങ്കിന്റെ ധ്വനി അങ്ങോട്ട് മുഴങ്ങിക്കേട്ടാൽ ഒരുപാട് പാപപങ്കിലമായിട്ടുള്ള ജീവിതം നയിച്ചു തീർക്കുന്ന സഹോദര, എന്നാൽ ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമുക്കൊരു ഓഫർ തരികയാണ്. ഇന്നിപ്പോൾ അങ്ങനെയാണല്ലോ, വോഡാഫോണിൽ എങ്ങനെയാണ് 10 വയസ്സ് ആക്റ്റീവായി കഴിഞ്ഞാൽ 1 രൂപയ്ക്ക് അരമണിക്കൂർ സംസാരിക്കാൻ കഴിയും, അല്ലെങ്കിൽ 3 രൂപയ്ക്ക് അരമണിക്കൂർ സംസാരിക്കാൻ കഴിയും. അതൊന്ന് മിക്കുള്ള ആളുകളും ചെയ്യാറുമുണ്ട്. അതേപോലെയല്ല, അതിനേക്കാൾ മെച്ചമായിട്ടുള്ള രീതിയിൽ ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട് ഒരു ഓഫർ കൊടുക്കുകയാണ്. ഏതാണ് ആ ഓഫർ? അന അസ്ജുദു ലില്ലാഹി തആല. ബഹുമാനമുള്ള സഹോദര,
നേരം വെളുത്ത് നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുന്നത് ഹറാമാണ്, നമ്മുടെ ചെവി കൊണ്ട് കേൾക്കുന്നത് ഹറാമാണ്, നമ്മുടെ കാലുകൊണ്ട് പോകുന്നത് ഹറാമാണ്, നമ്മുടെ അവയവങ്ങൾ കൊണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അത് മുഴുവനും ഇന്ന് ഹറാമിലേക്ക് പോകുന്ന ഒരവസ്ഥയല്ലേ. എന്നാ ഇവിടെ പറയുന്നു അന അസ്ജുദു ലില്ലാഹി തആല, അന അസ്ജുദു ലില്ലാഹ്, അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ സുജൂദിൽ വീഴും, അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ സുജൂദിൽ വീഴും. ഇതെന്തിനു വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുന്നത്? എന്തിനു വേണ്ടിയാണ്? എന്നിട്ട് അവിടുന്ന് പറയുന്നു മാ അർഫഅ റഅസി ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, ആരെങ്കിലും ഒരു ദിവസം ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പേർക്ക് ഒരു 10 സ്വലാത്ത് ചൊല്ലിയാ, ആ സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യനിക്ക് വേണ്ടിയിട്ട് രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ മുമ്പിലേക്ക് ഞാനങ്ങ് ചൊല്ലും നബിയേ. ഞാൻ അവിടേക്ക് ചെന്നിട്ടോ അല്ലാഹുവിന്റെ മുമ്പിൽ ഞാനങ്ങ് സുജൂദിൽ വീഴും നബിയേ. എത്രത്തോളമെന്നറിയോ? അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ ഞാൻ വീണോ എന്റെ തലയെ ഞാൻ ഉയർത്താറില്ല നബിയേ. എത്രത്തോളമെന്നറിയോ? ഹത്താ ഗഫറല്ലാഹു തആല ലഹു. അവൻ ഭൂമി ലോകത്ത് ജീവിച്ചിരുന്നപ്പോ, ആനന്ദത്തിന്റെ പരദീസയിലേക്ക് പോയപ്പോ, ആർപ്പാടത്തിന്റെ കുത്തൊഴുക്കിലേക്ക് പോയപ്പോ, അവൻ ദുനിയാവിന്റെ വെറും വൃത്തികെട്ട മ്ലേച്ഛമായിട്ടുള്ള വെറുമതാ ഭാവിയേറ്റുകൊണ്ടവനെ സഞ്ചരിച്ചു പോയപ്പോ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തു പോയവനാണ് നബിയേ. അവൻ ഒരു ദിവസം അങ്ങയുടെ പേരൊക്കെ 10 സ്വലാത്ത് ചൊല്ലിയ അവന്റെ പാപങ്ങൾ മുഴുവനും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പുറത്തു കൊടുക്കുന്നത് വരെ അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് ഞാൻ എന്റെ തലയെ ഞാൻ ഉയർത്തില്ല നബിയേ. ഒരാൾ ഒരു ദിവസം 10 സ്വലാത്ത് ചൊല്ലിയാൽ 10 സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്നൊരു കൂലിയാണ്. അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും വരെ ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്നും തലയെ ഉയർത്തി മാറ്റില്ല. ഇതാര് പറഞ്ഞു തരുന്നു നമ്മളോട്? നമ്മുടെ കരളിന്റെ കാതലായ നബിയുനാ മുഹമ്മദ് മുസ്തഫ, ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് വേണം. നമ്മുടെ കരളിന്റെ കാതലായ നബി മുഹമ്മദ് മുസ്തഫ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് സയ്യിദു മജാലിസകും ബിസ്സലാത്തി അലയ്യ. നബി തങ്ങൾ എന്നെ പറയാൻ എന്റെ മേല് നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കണം നിങ്ങളുടെ സദസ്സിനെ നിങ്ങൾ ഭംഗിയാക്കേണ്ടത്. അപ്പോൾ ഈ സദസ്സിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേർക്കുള്ള സ്വലാത്ത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനം വരെ നല്ലതുപോലെ സ്വലാത്ത് ചൊല്ലാൻ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അപ്പോൾ സഹോദരങ്ങളെ, നാലാമതായിട്ട് വരുന്ന മലക്കുണ്ടാരാണ്? വഖാല അസ്റായീൽ, ആനന്ദമേറുന്ന പൂനിലാമുത്ത് നബിയുള്ളാഹ് അഷ്റഫുൽ ബശറായ സയ്യിദേ നബി തണിയുള്ളാഹ് അമ്പിളി പോക്കുമാ പൂമുഖം കാണാൻ കഴിയുമേ ആരംഭ പൂത്തിങ്കൾ സയ്യിദേ മാലർ കനിയാണേ. ബഹുമാനമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലേക്ക് അസ്റായീൽ വന്നുകൊണ്ട് പറയാണ് നബിയേ അന അഖ്ബലു റൂഹു കമാ അഖ്ബലു അർവാഹൽ അംബിയാ.
എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും അവിടുന്ന് പറഞ്ഞല്ലോ, മരണത്തിന് വല്ലാത്ത വേദനയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ. ആ നബി തങ്ങളുടെ മുമ്പിലേക്ക് അസ്റായീൽ വന്നുകൊണ്ട് പറയാറ്, നബിയേ, ആരെങ്കിലും ഒരാൾ ഒരു ദിവസം അവന്റെ വീട്ടിലായിരിക്കട്ടെ, അവൻ നടന്നു പോകുന്ന വഴിയിലായിരിക്കട്ടെ, അവൻ ഇരിക്കുന്നവൻ ഇരിപ്പിടത്തിലായിരിക്കട്ടെ, അവൻ വാഹനത്തിലാണെങ്കിൽ അവന്റെ വാഹനത്തിലായിരിക്കട്ടെ, അവൻ ഏത് ജോലിയിലാണെങ്കിലും ചൊല്ലിക്കോ സഹോദരാ, ലോകത്തിന്റെ കാരുണ്യത്തിന്റെ കടലായ മദീന മുനവ്വറയിൽ അന്തിവിശ്രമം കൊള്ളുന്ന നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, നമ്മുടെ ഖൽബിന്റെ രാജാവേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, നമ്മെ നാമാക്കി മാറ്റിയ സയ്യിദേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, സയ്യിദുൽ കൗനൈൻ ഖാതിമുൽ നബി അനീസുൽ ഗരീബി റഹ്മത്തുൽ ലിൽ ആലമീൻ സിറാജുസ് സാലിഖീൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓ നബി തങ്ങളുടെ പേർക്ക് ഒരു ദിവസം 10 സ്വലാത്ത് നീ ചൊല്ല് സഹോദരാ, നിനക്ക് കിട്ടുന്ന കൂലി കണ്ടോ. അസ്റായീൽ പറയാ, അന അഖ്ബൽ അർവാഹു അന അഖ്ബൽ റൂഹു കമാ അഖ്ബൽ അർവാഹൽ അംബിയാ, അംബിയാക്കളുടെ റൂഹിനെ പിടിക്കുന്നത് പോലെ അവന്റെ റൂഹിനെ ഞാൻ പിടിക്കും നബിയേ. വസ്സലാം വന്നുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞതാണ്, അമ്പിയാക്കളുടെ റൂഹിനെ പിടിക്കുന്നത് പോലെ അവന്റെ റൂഹിനെ ഞാൻ പിടിക്കുമെന്ന്. എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങളൊന്ന്. എത്രയോ സമയങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാനും, അല്ലെങ്കിൽ നമ്മുടെ ടിവിയെ കുറിച്ച് പറയാനും, അല്ലെങ്കിൽ ഇന്റർനെറ്റിനെ കുറിച്ച് പറയാനും, ഇതേ കണക്കുള്ള പല കാര്യങ്ങളെ കുറിച്ച് പറയാനും നമുക്ക് 1000 നാവാണ്. പക്ഷേ നമ്മുടെ സദസ്സിലാണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേട്ടിട്ടൊന്ന് സ്വലാത്ത് ചൊല്ലാൻ പോലും മടി. ഇവിടെ ഇരുന്ന് കൊണ്ട് ചൊല്ലിയാൽ മതി. ഒരു സ്വലാത്ത് ചൊല്ലിയ ഒരു കാരണത്താൽ ഒരു പെണ്ണ് സ്വർഗത്തിലേക്ക് പോയെങ്കിൽ ഇവിടെ ഇരുന്ന് കൊണ്ട് ഇന്നിപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയോ സ്വലാത്ത് ചൊല്ലാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സ്വലാത്തിലൂടെയെങ്കിലും നമ്മൾ അല്ലാഹുവിന്റെ സുന്ദരമാക്കപ്പെട്ട സ്വർഗത്തിൽ കടത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സ്വലാത്തിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പരിപാടി വെച്ചതിന്റെ പേരിലാണ് ഞാൻ സ്വലാത്തിനെ കുറിച്ച് അല്പം ഒന്ന് സംസാരിച്ചത്. ബഹുമാനമുള്ളവരെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാണ്. സഹോദരങ്ങളെ, മനുഷ്യരെന്ന് പറയുമ്പോൾ തന്നെ അവനിക്ക് എന്തും കിട്ടുമെന്നുള്ള ഒരു ചിന്ത അവന്റെ മനസ്സിലുണ്ടായിത്തീരുന്നു. മെനഞ്ഞാനത്തെ പത്രം എടുത്തു നോക്കിയാൽ അതിനകത്ത് ചെറിയൊരു ലേഖനമുണ്ട്. എന്താ ലേഖനം? ONV എഴുതിയതാണ്. അതിനകത്ത് പറയുന്നുണ്ട്, മനുഷ്യനെന്ന് പറഞ്ഞാൽ അവനിക്ക് എത്ര കിട്ടിയാലും അവന്റെ ആർത്തി അങ്ങോട്ട് തീരുന്നില്ല. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേർക്ക് ഒരു സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞാലും അവനെ കൊണ്ട് കഴിയുന്നില്ല. ഇതൊക്കെ ഇവിടെ പെട്ടതാണ്. അതല്ലേ അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫിൽ കൂടി അല്ലാഹു തആല അടിവരയിട്ടുകൊണ്ട് പറയാൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലദീന ലാ യർജൂ ലിഖാഅനാ വറളൂ ബിൽ ഹയാത്തിദ് ദുനിയാ വതമഅന്നു ബിഹാ വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ ഉലൈക മഅവാഹുമുൻ നാർ ബിമാ കാനൂ യക്സിബൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ
ഈ മനുഷ്യരാകുന്ന എന്നെയും നിങ്ങളെയും കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ആഗ്രഹം എന്താണ്? ഈ ദുനിയാവിൽ കുറെ കാലം നല്ലതുപോലെ ഭാര്യയും മക്കളും അതുപോലെ കൂട്ടുകാരെല്ലാം ഒത്തുന്ന് കുറച്ചു കാലം ഒന്ന് ജീവിക്കുക. പിന്നീട് അങ്ങോട്ട് മരണപ്പെടുമ്പോൾ, അത് അപ്പോഴല്ലേ, മരണപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ മരണപ്പെടാൻ അവൻ വയസ്സായി എന്നവനിക്ക് ചെറുതായിട്ട് തോന്നൽ തോന്നിയാൽ പിന്നെ പള്ളിയുടെ മൂലയിൽ കയറി ഇരുന്നു കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടോ തസ്ബീഹ് എടുത്തിട്ടോ കാര്യമില്ല. ഉള്ള ആരോഗ്യത്തിൽ നല്ലതുപോലെ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യുക. ഈ ദുനിയാവ് വെറും നശ്വരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദുനിയാ കുല്ലുഹാ ജീഫ വത്വാലിബുഹാ കിലാബ്. ദുനിയാവ് മുഴുവനും ശവങ്ങളാണ്, ആ ശവത്തെ തേടുന്നത് പട്ടികളാണ്. നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാമ ഇഖ്ബാൽ പറഞ്ഞില്ലേ, പറഞ്ഞു, ജിന്ദഗി ഇൻസാൻ കി മാനിന്ദ മുർവേ ഖുശ്നവാ शाह पी पैदा कोई तम शहया उठ गया. മനുഷ്യ ജീവിതം എത്രത്തോളം എന്ന് പറയാൻ എന്താ? ജിന്ദഗി ഇൻസാൻ കി, മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ മാനിന്ദ മുർവേ ഖുശ്നവാ, മരക്കൊമ്പിലിരുന്ന് പാടുന്ന ഒരു കിളിയെ പോലെയാണ്. നമുക്കറിയുമല്ലോ, നമ്മുടെ വീട്ടിന്റെ മുറ്റത്തൊരു കുയില് വന്നിരുന്നു കൊണ്ട് ശൂളമിട്ടാൽ ആ കുയിലിന്റെ ശൂളമിടൽ കേൾക്കാൻ വേണ്ടി നമ്മുടെ മക്കൾ ഇറങ്ങി നിൽക്കാറുണ്ട്. ചിലപ്പോൾ അത് കൂവുന്നത് പോലെ നമ്മുടെ മക്കളും കൂവാറുണ്ട്. ചിലപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ആ കുയിലങ്ങ് പറന്നു പോകാറുണ്ട്. അപ്പോൾ മക്കൾ വന്നിട്ട് ചോദിക്കും, ഉമ്മ കുയില് പോയോ? അപ്പൊ ഉമ്മ പറയും പോയെന്ന് പറയും. ഇതേപോലെയാണ് മനുഷ്യന്റെ ജീവിതം. മരക്കൊമ്പിലിരുന്നു കൊണ്ട് നല്ലതുപോലെ പാട്ടുപാടുന്ന ഒരു കിളിയെ പോലെയാണ്. ആ കിളി വന്നിരുന്നു കൊണ്ട് പാട്ടുപാടുന്ന സമയം ആ കിളി ഒന്ന് കാണുവാനും അതിന്റെ കൂകല് കേൾക്കുവാനും വല്ലാത്ത ആഹ്ലാദത്തോടു കൂടി, വല്ലാത്ത ആനന്ദത്തോടു കൂടിയിട്ട് നമ്മൾ ഇറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോൾ കുറച്ച് സമയം നല്ലതുപോലെ പാടുന്നു, എന്നിട്ടോ അതങ്ങ് ചിറകട്ടടിച്ചുകൊണ്ട് അങ്ങ് പറന്നു പോകുന്നു. ഇതേപോലെയാണ് മനുഷ്യ ജീവിതമെന്ന് അല്ലാമ ഇഖ്ബാൽ പറയുകയാണ്. ഏത് സമയത്ത് എവിടെ വെച്ചാണ് നമ്മൾ മരണപ്പെടുന്നതെന്ന് എനിക്കോ നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. അതല്ലേ അല്ലാഹു തആല പറഞ്ഞത്, ഇന്നല്ലദീന ലാ യർജൂ ലിഖാഅനാ, ഇന്നല്ലദീന, നിശ്ചയമായിട്ടും ഒരു കൂട്ടർ. പറയുമ്പോൾ ചിലപ്പോ നമുക്ക് തോന്നും ഇതെന്നെ കുറിച്ചാ പറയുന്നത്. ഓരോരുത്തർക്കും ചിലപ്പോ തോന്നിപ്പോകും. ഇന്നല്ലദീന, നിശ്ചയമായിട്ടും ഒരു കൂട്ടർ, ലാ യർജൂ ലിഖാഅനാ, നമ്മളെ കാണുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കില്ല. ദുനിയാവില് പിന്നെ സ്വത്തുക്കൾ വാരിക്കൂട്ടാനും സമ്പത്തിന്റെയും അത് കണക്കുന്നല്ല മറ്റുള്ള പെരുപ്പങ്ങൾ അങ്ങോട്ട് കെട്ടിച്ചമയ്ക്കാനും അവനിക്ക് ഒരുപാട് സമയങ്ങളുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചിന്തിക്കണം. അല്ല തന്നെ പറയാണ്, നമ്മളെ കാണണമെന്നുള്ള ചിന്ത അവനിക്കില്ല, തീരെ അവനിക്കില്ലാതെ പോവുകയാണ്. എന്നിട്ടോ ദുനിയാവിന്റെ ജീവിതം അവനിങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അവനിക്ക് പിന്നെ ദുനിയാവ് മതി. ആ ദുനിയാവിനെ മതിമറന്നുകൊണ്ട് ജീവിക്കാൻ അവനിക്ക് ഒരിക്കലും കഴിയില്ല. അതിനെ വല്ലാതെ ഇഷ്ടം വെച്ചുകൊണ്ട് അവൻ ജീവിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാർക്ക് നമ്മളെ കാണണമെന്നവർക്ക് ഒരാഗ്രഹമില്ല. മാത്രവുമല്ല എന്തെങ്കിലും കുറച്ചൊരു സമ്പത്ത് കിട്ടിയാൽ, കുറച്ചെന്തെങ്കിലും സമ്പത്ത് കിട്ടിയാൽ ഇനിയും കിട്ടട്ടെ, ഇനിയും വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമ്പത്തിനോടുള്ള അത്യാർത്തി. എന്നാൽ വല്ലദീനഹും അൻ ആയാതിനാ ഗാഫിലൂൻ. എന്റെ പ്രിയമുള്ള സഹോദര, ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വെറും ഒരായത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനി. ഈ ലോകത്ത് വെച്ച് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവനായ അല്ലാഹു. അയ്യപ്പനും പിന്നെ ഗുണം ചെയ്യും, പാക്കറിനും ഗുണം ചെയ്യും, അതണക്ക് തങ്കച്ചനും തങ്കമ്മയ്ക്കും ഒക്കെ അല്ലാഹു തആല എന്ന് ചെയ്യും. ഒരുപോലെ ദുനിയാവിൽ വെച്ചുകൊണ്ട് അല്ലാഹു തആല അനുഗ്രഹങ്ങൾ അവർക്ക് ചെയ്തിട്ടുണ്ട്.
എന്നാൽ അർ-റഹീം ഈ ലോകത്ത് വെച്ച് വഴിപ്പെട്ടവർക്ക് മാത്രം നാളെ പാരത്രിക ലോകത്ത് അല്ലാഹു തആല ഗുണം ചെയ്യും. അവിടെയാണ് നമുക്ക് വേണ്ടത്. ആ ഒരു ആഖിറത്തിലുള്ള വിജയമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. അല്ലാതെ ഈ ദുനിയാവിന്റെ ഒരു ചിന്ത നമുക്ക് വേണ്ട സഹോദരങ്ങളെ. അങ്ങനെ ആരെങ്കിലും അതിലേക്ക് പോയാൽ വല്ലദീനഹും അൻ ആയാതിനാ ഗാഫിലൂൻ, അവർക്ക് ഞാൻ കാട്ടിക്കൊടുത്തിട്ടുള്ള ദൃഷ്ടാന്തങ്ങളുണ്ടല്ലോ, നമുക്കറിയുമല്ലോ സഹോദരങ്ങളെ. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാട്ടിത്തന്നിട്ടുണ്ടല്ലോ. ആദ് നബിയുടെ ആരിക്കുന്ന ചരിത്രമെടുത്തു നോക്കിക്കോ, സ്വാലിഹ് നബിയുടെ ചരിത്രമെടുത്തു നോക്കിക്കോ, ഹൂദ് നബിയുടെ ചരിത്രമെടുത്തു നോക്കിക്കോ. ഈ ലോകത്ത് വന്നിട്ടുള്ള മുഴുവൻ മുർസലീങ്ങളുടെയും ചരിത്രങ്ങളെടുത്തെന്ന് പരിശോധിച്ചു നോക്കിയാ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിനക്കതിന് മുഴുവനും പാഠമുണ്ടല്ലോ. പിന്നെന്തുകൊണ്ടാണ് ചിന്തിക്കാതെ ദുനിയാവിന്റെ ആർഭാടത്തിന് മണിമറന്നുകൊണ്ട് ജീവിക്കുന്നത് സഹോദരാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, എടോ നിനക്ക് ഈ ദുനിയാവിന്റെ ചതിയിൽ നിന്ന് ഒന്ന് മാറി നിൽക്കണോ? അല്ലാഹുവിന്റെ കത്തിക്കാടുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തെ ഓർത്തുകൊണ്ടൊന്ന് പൊട്ടിക്കരഞ്ഞോ. ഇന്നിപ്പോ എവിടെയാ സഹോദരങ്ങളെ നരകത്തെ ഓർത്തുകൊണ്ടെന്ന് കരയാറുള്ള കണ്ണുനീര്? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നേരം വെളുത്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ സുന്ദരമാക്കപ്പെട്ട നാമങ്ങളൊന്നോതാ, അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട കലാമായ ഖുർആനുണ്ടല്ലോ, ആ ഖുർആനെന്ന് പാരായണം ചെയ്യാ നിനക്കെന്തുകൊണ്ട് കഴിയുന്നില്ല പെണ്ണേ? നബിതങ്ങളുടെ പേർക്കൊരു 10 സ്വലാത്ത് ചൊല്ല നിനക്കെന്തുകൊണ്ടാ പെങ്ങളെ കഴിയാത്തത്? എന്നാ അപ്പുറത്തുള്ള വീട്ടിലേക്ക് ചെന്നിരുന്നു കൊണ്ടാ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കഥ പറയുമ്പോ നീ കണ്ടുകൂട്ടിയ കാവ്യാഞ്ജലി, മാനസപുത്രി തുടങ്ങിയുള്ള സീരിയലുകൾ നീ കാണുമ്പോ ആരോ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ആ സീരിയലിന്റെ കഥകൾ കണ്ടുകൊണ്ട് പൊട്ടിക്കറിയുന്ന പെണ്ണേ, നിനക്കെന്തുകൊണ്ടാ നാളെ വരാൻ പോകുന്ന മനുഷ്യരെ കുറിച്ച് നിനക്കൊന്ന് ചിന്തിക്കാൻ കഴിയാതെ പോകുന്നതും, ആരുടെ ഉണ്ടാകുന്ന കബറിനെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ നിനക്കെന്തുകൊണ്ടാ കഴിയാതെ പോകുന്നതും? നിങ്ങൾക്കറിയോ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പാതിരാ സമയമാകുമ്പോ തന്റെ വീട്ടിന്റെ അകത്തളത്തിലേക്ക് അങ്ങ് കയറി ചെന്നിട്ട് ഒരു വിളക്കങ്ങോട്ട് കത്തിച്ചു വെക്കുമായിരുന്നല്ലോ. ആ വിളക്കങ്ങ് കത്തിച്ചു വെച്ചിട്ട് തന്റെ വിരൽത്തുമ്പിൽ ആ വിളക്കിന്റെ അരികിലേക്കൊന്ന് കൊണ്ടുപോകുമല്ലോ. ആരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് എന്നറിയോ? സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവാട് വീട്ടിന്റെ അകത്തളത്തിലേക്ക് അങ്ങ് കയറി ചെന്നിട്ട് ആ വിളക്കങ്ങോട്ട് കത്തിച്ചു വെച്ചിട്ട് തന്റെ വിരൽത്തുമ്പിനെ ആ വിളക്കിന്റെ അരികിലേക്ക് അങ്ങ് കൊണ്ടുപോകുമ്പോ ആ വിളക്കിന്റെ ചൂടം കടിക്കുമ്പോ അല്ലാതെ തന്റെ വിരൽത്തുമ്പിനെ പിന്നിലേക്ക് അങ്ങ് വലിച്ചു പോയിക്കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പറയുന്നത് എന്തെന്നറിയോ? 'അറിയോ, ഉമറിന്റെ ശരീരമേ നാളെ കത്തിക്കാണുന്ന അല്ലാഹുവിന്റെ നരകത്തിന്റെ ചൂടാ നിനക്കറിയുമോ? ഉമറിന്റെ ശരീരമേ
എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പോലും പൊട്ടിക്കരഞ്ഞെങ്കില എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ടെങ്കിലോ അതിന് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. നമസ്കരിക്കാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടല്ലോ. ഇതുപോലെ തുടങ്ങിയുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ടോ. പക്ഷേ നമ്മുടെ ഖൽബിന്റെ രാജാവ്, ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമറിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, ഉമറും ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലാണ്, ഉമർ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ് വിളക്ക് കത്തിച്ചു വെച്ചിട്ട് കരഞ്ഞുകൊണ്ട് നരകത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞുവെങ്കില എന്റെ പ്രിയമുള്ള സഹോദരാ, ഒരു സിനിമ ഒരു വട്ടം കണ്ടിട്ടും മതിവരാതെ പലവട്ടം ആവർത്തിച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇന്ന് എത്രയോ നമസ്കാരങ്ങൾ ഖലാആയി പോകുമെന്നറിയോ. അതൊന്നും ചിന്തിക്കാതെ അല്ലാഹുവിന്റെ നരകത്തെ കുറിച്ച് ഓർക്കാതെ ഇരിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, ഫുട്ബോൾ കളി വരുമ്പോഴും ക്രിക്കറ്റ് കളികൾ വരുമ്പോഴും പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ ധ്വനി മുടങ്ങുമ്പോൾ ആ ടിവിന്റെ മുമ്പിൽ കയറിയിരുന്നു കൊണ്ടോ ബാങ്കിന് ഉത്തരം കൊടുക്കാത്ത ചെറുപ്പക്കാരാ, കാവ്യാതിരി പോലുള്ള വെറും വൃത്തികെട്ട മ്ലേച്ഛമായിട്ടുള്ള സീലുകൾ കണ്ട് പൊട്ടിക്കറിയുന്ന എന്റെ മുസ്ലിം ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിനക്ക് വരാൻ പോകുന്ന ഒരു മഹ്ശറയുണ്ടല്ലോ. നിന്റെ കണ്ണിനെ കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോ നിനക്ക് അവിടെ വെച്ചെന്ത് പറയാൻ പറ്റുമെന്റെ സഹോദരങ്ങളെ. അതുകൊണ്ട് നമുക്ക് ദുനിയാവ് വേണ്ട, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടാൻ പോകുന്ന സന്തോഷകരമായിട്ടുള്ള സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗം കിട്ടാൻ വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. സ്വർഗം കിട്ടണം, അല്ലാതെ നമുക്ക് ഇവിടത്തെ ഒരു ലക്ഷ്യവും നമുക്ക് വേണ്ട. അല്ലാഹു തആല മനുഷ്യർക്ക് ചില ആളുകളെ സമ്പത്ത് കൊടുത്തുകൊണ്ട് പരീക്ഷിക്കും. ഇതേ കണക്കുള്ള പല പല കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ പരീക്ഷിക്കുമ്പോൾ അവർ വിചാരിക്കും അല്ലാഹു തആല എനിക്കിങ്ങനെ സമ്പത്ത് കൂട്ടി തരയാണ്. അതല്ലേ നമ്മൾ പറഞ്ഞു, സമ്പത്തായാലും എന്തായാലും നിമിഷ നേരം കൊണ്ട് അതങ്ങ് മാഞ്ഞു പോവുകയാണ്. ഇതുപോലാണ് ഇനി എത്ര സമ്പത്തുണ്ടായാലും നിനക്ക് ചെറിയൊരു അസുഖം വന്നാൽ മതി, ചിലപ്പോ റബ്ബ് തആല അതിനങ്ങോട്ട് ഇരട്ടിപ്പിച്ചാൽ നിനക്ക് ഇനി കോടിയുടെ ആസ്തി ഉണ്ടെങ്കിലും ശരി, ആ പൈസ മുഴുവനും ആ കാശ് മുഴുവനും ഇതിനു വേണ്ടിയിട്ട് നീ മാറ്റി വെക്കുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരു നിമിഷമെങ്കിലും ചിന്തിക്കണം, അല്ലാഹുവേ ഈ ദുനിയാവിനെ ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ എന്റെ സ്ഥിതി എന്തായിരിക്കും ചിന്തിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പോക്ക്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യനിങ്ങനെ ജീവിച്ചങ്ങ് തീർക്കുകയാണ് ഇവിടെ ദുനിയാവിൽ. നാളെ ആഖിറത്തിലേക്ക് പോകണമെന്നുള്ളൊരു ചിന്ത അവനിക്ക് വരുന്നില്ല. ഇദാ ആശൽ ഫതാ സിത്തീന ആമാ വനസുഫുൽ ഉംരി യംഹഖുൽ ലയാലി വനസുഫുൻ നസുഫി യദ്ഹബു ലൈസ യദ്രി ബിഗഫലതിഹി യമീനൻ വശിമാലി വതുർഫുൻ നസുഫി ആമാലു വഹിർസു വശുഗുലുൻ ബിൽ മഖാസിബി വൽ ഹിയാലി وباقي العمر أسقام وشيب وغم بارتحال وانتقال. ഇതാണ് മനുഷ്യൻ. ഇതാ ആശൽ ഫത്താ സിത്തീന ആമ. ഒരു മനുഷ്യൻ 60 കൊല്ലം ജീവിച്ചിരുന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പഠിപ്പിച്ചിട്ടില്ലേ, 60-ന്റെയും 70-ന്റെയും ഇടയ്ക്കാണ് എന്റെ ഉമ്മത്തിന്റെ ആയുസ്സെന്ന്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതനുസരിച്ച് കൊണ്ടുള്ള ബൈത്താണിത്. ഇദാ ആശൽ ഫത്താ 60 ആമ. കടലേഴും താണ്ടി നീ ഗൾഫ് രാജ്യത്തണഞ്ഞല്ലോ, പാരിക്കൂട്ടാനായി മോഹമേറെ
വേറെയും ഉണ്ടല്ലോ കൽഭാഗം നീറിനി വീട്ടിൽ യാത്ര മൊഴിഞ്ഞല്ലോ കണ്ണുനീരോടെ ഭാര്യ പോട്ടി കരഞ്ഞല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരാ, ദുനിയാവിന് വേണ്ടിയിട്ട് ഗൾഫിലേക്ക് പോകുമ്പോ, മക്കളെ കെട്ടിക്കുന്ന ആവശ്യം പറഞ്ഞുകൊണ്ട് ഗൾഫിലേക്ക് പോകുമ്പോ, എന്റെ പൊന്നുമോള് വളർന്നു വരികയാണല്ലോ, അവളെ കെട്ടിച്ചയക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അന്യനാടുകളിലേക്ക് ഭാര്യന്റെ സുഖങ്ങളെയും മക്കളുടെ സുഖങ്ങളെയും ബന്ധുമിത്രാദികളുടെ എല്ലാ സുഖങ്ങളും വലിച്ചെറിഞ്ഞുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്ന സഹോദരാ, അടുത്ത കൊല്ലം നീ തിരിച്ചു വരുമെന്ന് എന്തുറപ്പിലാ സഹോദരാ പോകുന്നത്? ഇതാ ആശൽ ഫത്താ സിത്തീന ആമാ, ഒരാള് 60 കൊല്ലം ജീവിച്ചിരുന്നാൽ, ശ്രദ്ധിക്കണേ, 60 കൊല്ലം ജീവിച്ചിരുന്നാൽ അതിൽ നിന്നും പകുതിയും രാത്രിയായിട്ട് മാഞ്ഞു പോവുകയാണ്, രാത്രിയായിട്ട് മാഞ്ഞു പോകുന്നു. പിന്നെ എത്രയുണ്ട്? പിന്നെ 30 പകൽ 30 രാത്രിയേ ഉള്ളൂ ഇവിടെ, ഇങ്ങനെ കൂട്ടുകയാണെങ്കിൽ. അല്ലാതെ 60 കൊല്ലം നമ്മൾ ഇവിടെ ജീവിക്കുന്നില്ല. രാത്രി അതിനെ മാച്ചു കളയുകയാണ്. എന്നിട്ട് അതിന്റെ പകുതിയുടെ പകുതി എത്രയായി? 15. പിന്നെ ഉള്ള എത്രയാണ്? അതിന്റെ പകുതിയുടെ പകുതിയാണല്ലോ, 15 ഉണ്ട്. ആ 15 പിന്നെ എന്താ ചെയ്യുന്നത്? അവനവന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് അവന് കടന്നു വന്നിട്ട് അവന്റെ പ്രായപൂർത്തി എത്തുന്നത് വരെ അവൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അവൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ അവനിക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞത് മുതൽ പിന്നീട് അവനിക്ക് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. കാരണം അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ല. അവന്റെ ഉമ്മയും ഉപ്പയും അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ആ പൊന്നുമോനിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. പക്ഷേ മറിച്ചുകൊണ്ട് അവന്റെ ബന്ധുമിത്രാദികളുടെ കുറ്റങ്ങളും അവന്റെ കൂട്ടുകാരുടെ കുറ്റങ്ങളും അവന്റെ ബാപ്പ എന്തെങ്കിലും ചെറിയൊരു കാര്യം കാണിച്ചാൽ ആ ബാപ്പാനെ കുറിച്ച് പോലും കുറ്റം കൊടുക്കുന്ന എത്രയോ മാതാക്കൾ ഇവിടെയുണ്ട്, എത്രയോ ഉമ്മമാരുണ്ട് അല്ലേ? ഉമ്മാന്റെ കുറ്റം ഉമ്മാന്റെ കുറ്റം ഉപ്പ മക്കളോട് പറഞ്ഞു കൊടുക്കുക, അതുപോലെ മക്കളെ കുറ്റം ഉമ്മയോട് പറഞ്ഞു കൊടുക്കുക. ഈ ശീലങ്ങളൊന്നും നല്ലതല്ല, ഇതൊന്നും നല്ലതല്ല. കഴിഞ്ഞ ആഴ്ചത്തെ ഒരു മാധ്യമത്തിൽ നമ്മളെല്ലാം നല്ലതുപോലെ വായിച്ചതാണ്. ബാപ്പാന്റെ വാക്ക് കേട്ടുകൊണ്ട് ഉമ്മാന്റെ തലക്കടിച്ചു കൊന്ന സംഭവം. ബാപ്പാന്റെ വാക്ക് കേട്ടുകൊണ്ട് ഉമ്മാന്റെ തലക്കടിച്ചു കൊന്ന സംഭവം എന്തുകൊണ്ടാ? കാരണം മക്കൾക്ക് അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാനോ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാനോ ഇന്നുള്ള മാതാപിതാക്കൾക്ക് സമയമില്ല. അതാണ് ഒന്നാമത്തെ കാരണം. ഇന്നിപ്പോ പണ്ടുള്ള ഉമ്മമാരൊക്കെ ആണെങ്കിൽ ഖുർആൻ ഷരീഫിനെയൊക്കെ കൊണ്ടുവന്നിട്ട് നല്ലതുപോലെ സൂക്ഷിച്ച് ഒരു ഉറവുണ്ടാക്കി അതിനകത്ത് നല്ല ഭദ്രമായിട്ട് വീട്ടിനകത്ത് വെക്കുമായിരുന്നു. പക്ഷെ ഇന്നോ ഖുർആൻ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ ആ ഖുർആൻ എടുത്തുകൊണ്ട് വരുന്നത് സ്കൂൾ പുസ്തകത്തിന്റെ ഇടയിൽ നിന്നായിരിക്കും. അത്രത്തോളം അധപ്പതനത്തിന്റെ വൃത്തികെട്ട വെറുമൊരു കൊടും ആഴിയിലേക്കാണ് മുസ്ലിം ഉമ്മത്ത് ആയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, അതുകൊണ്ട് അറിയാതെ എന്ത് ചെയ്യണോന്ന് പോലും അറിയില്ല, ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് തേരാ പാരാ പോവുകയാണ്. പാടില്ല. എങ്ങനെ? അല്ലാഹുവേ, ഞാൻ നമസ്കരിച്ചിട്ടില്ല എങ്കില്ല സുബഹി നമസ്കാരം ഖലാക്കിയാലോ ഇശാ നമസ്കാരം ഖലാക്കിയാലോ ഏതെങ്കിലും ഒരു വഖത്ത് നമസ്കാരം ഖലാക്കിയാൽ അല്ലാഹുവേ എന്നെ നീ ശിക്ഷിക്കുമല്ലോ എന്നുള്ളൊരു ചിന്ത അവനിക്കില്ലാതെ മുന്നോട്ട് പോവുകയാണ്. തുറന്നിട്ടില്ല. അവന് കള്ളു കുടിച്ചാൽ കള്ളു കുടിക്കുന്നതിനെ കുറിച്ചിട്ടോ നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വരുമ്പോ കോടതിയിൽ വെച്ചുകൊണ്ട് അവനെ ചോദിക്കുമെന്നുള്ള കാര്യം അവൻ ചിന്തിക്കുന്നില്ല. അവന് സ്വന്തമായിട്ടുണ്ടാക്കുന്ന കാശുണ്ടല്ലോ, ആ കാശ് കൊണ്ട് അവനെ ചെയ്തു തീർക്കുന്നതെന്താ? വെറും ഒരു ഗ്ലാസ് വെള്ളം മേടിച്ചു കുടിക്കാൻ അവൻ ചെന്നുകൊണ്ട് കാശ് വാരി എറിയുമ്പോ
എന്റെ പ്രിയപ്പെട്ട യുവാക്കളടങ്ങുന്ന സഹോദരങ്ങളോട് ഞാൻ പറയാ, ഒരു സെക്കൻഡെങ്കിലും നീ എന്ന് ചിന്തിച്ചോ, ഞാൻ ഈ വെള്ളം കുടിച്ചു പോയാ നാളെ അല്ലാഹുവിന്റെ മഹ്ശറാവൻ സഭയിൽ വരുമ്പോ തിളച്ചുരുകുന്ന പാനീയമെടുത്തെന്റെ വായ്ക്കകത്തെ കൊഴുക്കുമല്ലോ എന്ന് നീ ചിന്തിക്കാതെ അശ്രദ്ധമായിട്ട് പോയല്ലോ. സ്വത്തുണ്ടായിട്ടും സക്കാത്ത് കൊടുക്കാതെ പോയല്ലോ. ഇതാണ് പറഞ്ഞത് ലിഗഫലത്തിഹി യമീനൽ ശിമാലി. അവനിക്ക് എങ്ങോട്ട് പോകണമെന്നറിയില്ല, ഏത് പാതയിൽ കൂടിയാ അവനിക്ക് പോകേണ്ടുന്ന എന്നറിയുന്നില്ല. തീർന്നിട്ടില്ല സഹോദരങ്ങളെ, തീർന്നിട്ടില്ല. മക്കളെ കുറിച്ച് ഇങ്ങനെ പെരുപ്പം പറയാ, അതുപോലെ അവന്റെ സമ്പത്തിനെ കുറിച്ച് ഇങ്ങനെ പെരുപ്പം പറയാ. എനിക്ക് ഇത്ര കടകളുണ്ട്, ഇത്ര പിന്നെ അതുപോലെ ഇത്ര പിന്നെ സ്ഥാപനങ്ങളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി ചുരുങ്ങിയുള്ള 5 കൊല്ലം അതെന്താ ചെയ്യുന്ന എന്നറിയോ? എന്റെ പ്രിയമുള്ള സഹോദര, ഈ 5 കൊല്ലം നീ ജീവിച്ചിരിക്കുമെന്നോ നിനക്കെന്തുറപ്പാ സഹോദരങ്ങളെ ഉള്ളത്? തുഅമ്മിലു ഫിദ്ദുനിയാ തവീലൻ വലാ തദ്രി ഇദാ ജന്ന ലൈലുൽ തഈശു ഇലാ ഫജ്രി وكم من صحيح مات من غير علة وكم من مريض عاش دهرا إلى دهر تؤمل في الدنيا طويلا ولا تدري. ദുനിയാവിൽ എത്ര കൊല്ലമാണ് നീ ജീവിച്ചിരിക്കുന്നതെന്ന് നിനക്ക് പറയാൻ പറ്റുമോ സഹോദര? ഇദാ ജല്ല ലൈലുൽ തഈശു ഇലാ ഫജ്രി. ഈ രാത്രിയിൽ നിന്റെ കിടപ്പറയിലേക്ക് നീ അങ്ങ് ചെന്ന് കിടന്നാൽ നിനക്ക് എഴുന്നേക്കാൻ നാളെ സുബഹി നമസ്കാരത്തിന് വേണ്ടിയിട്ടാ നിനക്ക് എഴുന്നേക്കാൻ കഴിയുമെന്ന നിനക്ക് എന്തുറപ്പാടാ നിനക്കുള്ളത് തീർന്നിട്ടില്ല. എത്രയോ ആളുകളാ ഒരു രോഗം പോലും ഇല്ലാതെ വളരെ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത്. നമ്മളോടൊപ്പം സുബഹി നമസ്കാരത്തിന് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വന്നു. പള്ളിയിലേക്ക് വന്നിട്ട് നമ്മളോടൊപ്പം നല്ലതുപോലെയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന അബ്ദുൽ ഖാദർ ആക്ക നിമിഷ നേരം കൊണ്ട് എന്ത് ചെയ്തു? വീട്ടിലേക്ക് പോയി. പിന്നെ വിളിച്ചു പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്ന വീട്ടിൽ ഇന്നാള് മരണപ്പെട്ടു. അപ്പോഴാണ് നമ്മളെ കന്തം വിട്ടു പോകുന്നത്. ഒരു കുഴപ്പവുമില്ലാതെ വീട്ടിലേക്ക് പോയ ആള് അതാ അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട വചനങ്ങൾ പറഞ്ഞുകൊണ്ട് പറയുന്നു, ഇന്ന ആള് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അന്തം വിട്ടുപോകും. നമുക്ക് കേൾക്കാൻ പോലും നമ്മുടെ ചെവിക്കത് വിശ്വസിക്കാനേ കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു രോഗവുമില്ലാതെ എത്രയോ ആളുകളാണ് മരണപ്പെട്ടു പോകുന്നത്. ചിന്തിക്കണം സഹോദരങ്ങളെ. ഇവിടെ നിന്ന് ബാധ പറഞ്ഞു കഴിഞ്ഞിട്ട് ഷമീർ ദാരിമിക്കായിരുന്നാലും അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് അവന്റെ വീട്ടിലേക്ക് എത്തിച്ചേരാൻ കഴിയുമോ എന്ന് എന്തുറപ്പാ ഉള്ളത്? എന്തുറപ്പാണല്ലോ? ഒരു ഉറപ്പുമില്ല. എന്നാലോ എന്നാലോ എത്രയോ രോഗങ്ങളെ പിടിപെട്ടുകൊണ്ട് നൂറുകണക്കിന് രോഗങ്ങൾ കരുത്തായിക്കൊണ്ട് നമ്മുടെ വീട്ടിന്റെ അകത്തളങ്ങളിൽ എത്രയോ ആളുകളാ കട്ടിലിൽ കഴിയുന്നത്. അവർക്ക് അല്ലാഹു തആല ദീർഘായുസ്സിനെ നീട്ടിയിട്ട് കൊടുക്കുന്നത് നമ്മൾ എത്രയോ വീടുകൾ നമ്മൾ കാണാറുണ്ട്. ചില ആളുകൾക്ക് അല്ലാഹു തആല വല്ലാത്ത രോഗങ്ങൾ കൊടുക്കും.
പക്ഷേ കട്ടിലിൽ ഒരേപോലെ ഇങ്ങനെ കിടക്കുന്നു. ചില ആളുകൾക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് അവരുടെ റൂഹുകളെ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അല്ലാഹുവിന്റെ അരികിലേക്ക് എടുക്കുകയാണ്. അതുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ഇന്ന് മുതൽ അല്ലാഹുവേ, ഈ സെക്കൻഡ് മുതൽ അല്ലാഹ് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ നമസ്കരിക്കുമല്ല. നീ പറഞ്ഞ ഓരോ കാര്യത്തിലേക്ക് ഞാൻ പോകുമല്ല അല്ലാഹ്. ഞാൻ ഇന്ന് കള്ളു കുടിക്കില്ല അല്ലാഹ്, പലിശയുടെ അടുക്കലേക്ക് പോകില്ല അല്ലാഹ് എന്നൊരു ഉറപ്പ് ഇവിടെ വെച്ചുകൊണ്ട് ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ശേഷിക്കുന്ന 5 കൊല്ലമാണ് എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ വബാഖിൽ ഉമ്മി അസ്ഖാമു വശൈബു വഹമ്മം ബിർതിഹാലി വതിഖാലി. ശേഷിക്കുന്നതോ രോഗങ്ങളും മരണപ്പെട്ടു പോകുന്നത് എപ്പോഴാണ് എന്നുള്ള ചിന്തയാണ്. ഏത് സമയത്താണ് ഞാൻ മരണപ്പെടുന്നതോ, ഏത് സെക്കൻഡിലാണ് ഞാൻ മരണപ്പെടുന്നതോ, എന്റെ ഭാര്യന്റെ മുമ്പിൽ വെച്ചുകൊണ്ടാണോ, എന്റെ മക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണോ, എന്റെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണോ, അതല്ല ഞാൻ ചീറിപ്പോയി പോകുന്ന എന്റെ വാഹനത്തിൽ വെച്ചുകൊണ്ടാണോ ഞാൻ മരണപ്പെടുന്നു എന്നുള്ള ചിന്തയാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പിന്നെ അവസാന സമയമാകുമ്പോ അല്ലാഹുവിന്റെ പള്ളിക്കകത്തേക്ക് തസ്ബീഹ് മാറിയും തൂക്കിയിട്ട് കാര്യമില്ല സഹോദരാ. നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള ആ ആയുസ്സിനെ കുറിച്ച് അല്ലാഹു തആല ചോദ്യം ചോദിക്കുമ്പോ ഞാൻ തീരു കണ്ട് തീർത്തെന്ന് പറയാൻ നിനക്ക് കഴിയോ? വെറുതെ ഞാൻ എന്റെ കച്ചവടത്തിന്റെ പേരിലോ ഞാനെന്ന് പോയെന്ന് പറയാൻ നിനക്ക് കഴിയോ സഹോദരാ? കഴിയോ? കഴിയില്ല. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുക. ഈ ദുനിയാവിനെ പാടെ അങ്ങ് മറക്കുക. ഈ ദുനിയാവ് നശ്വരമാണ്, ഈ ദുനിയാവ് നശ്വരമാണ്. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് അതിലേക്കുള്ളൊരു വഴി ലോകത്തിന്റെ നേതാവ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല വഴി നിനക്ക് കള്ളുകുടിയിൽ നിനക്ക് നല്ലതുപോലെ മാറി നിൽക്കണോ, പലിശയിൽ നിന്നും നിനക്ക് മാറി നിൽക്കണോ, ചൂതാട്ടത്തിൽ നിന്നും നിനക്ക് മാറി നിൽക്കണോ, നീ ഒരേ ഒരു കാര്യം ചെയ്യുക, നിന്റെ നമസ്കാരം നീ മുറ പോലെ നിറവേറ്റുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിന്റെ നമസ്കാരം നീ നല്ലതുപോലെ നിറവേറ്റിയാൽ ഈ അശ്ലീലമായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളും മുഴുവൻ നിന്റെ ജീവിതത്തിൽ നിന്നും തനിയെ അങ്ങ് മാറിപ്പോയിക്കൊണ്ട് സന്തോഷകരമായിട്ടുള്ള അവസ്ഥ നിന്നിലേക്ക് വന്നു ചേരും. ബഹുമാനമുള്ളവരെ, റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് ഇത്രത്തോളം അനുഗ്രഹങ്ങൾ ചെയ്തിട്ടും എന്തുകൊണ്ട് നാം ആ അല്ലാഹുവിന് വേണ്ടിയിട്ട് ശുക്ർ ചെയ്യുന്നില്ല? ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. ഈ ദുനിയാവും അല്ലാഹു തആല നമുക്ക് നൽകിയതാണ്. അതിനകത്തെ കുറിച്ച് സമ്പത്ത് വന്നു, എന്തുകൊണ്ട് നമ്മൾ അല്ലാഹുവിന് വേണ്ടിയിട്ട് ശുക്ർ ചെയ്യുന്നില്ല? അല്ലാഹുവിന് വേണ്ടിയിട്ട് നമസ്കരിക്കുക എന്ന് പറയുന്നത് അത് അല്ലാഹുവിന് വേണ്ടി ശുക്ർ പറയുന്നതിന് തുല്യമാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നതിന് തുല്യമാണ്. പക്ഷെ മനുഷ്യരാകുന്ന നാം ഇന്ന് വളരെ അധപ്പതനത്തിന്റെ കുത്തുവെക്കിലാണ്. അതല്ല അല്ലാഹു തആല പറഞ്ഞത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ ആദിയാതി ലബ്ഹാ ഫൽ മൂരിയാതി ഖദ്ഹാ ഫൽ മുഗീറാതി സുബ്ഹാ ഫഅഥർന ബിഹി നഖാ ഫവസത്ന ബിഹി ജംആ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യർ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ചെയ്തു കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങൾക്കൊക്കെ അവൻ നന്ദികേടാണ് അവൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല അവനക്ക് നൽകിയിട്ടുള്ള സമ്പത്ത്, അതിന്റെ പേർക്ക് അവൻ അല്ലാഹുവെ നന്ദി പറയുന്നില്ല. അല്ലെങ്കിൽ അവന്റെ മോനിക്ക് അസുഖം വന്നു, ആ അസുഖം മാറിയതിന്റെ പേര് അൽഹംദുലില്ലാഹ് അവൻ പറയുന്നില്ല. പക്ഷേ മനുഷ്യരിങ്ങനെ നന്ദി കെട്ടവനാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫിൽ കൂടി അടിവരയിട്ടുകൊണ്ട് പറയാണ്. എന്നാൽ വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി ومن في الأرض من دابة والملائكة وهم لا يستكبرون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ കൂടി പറയാണ്, വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർള്. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന് ആകാശങ്ങളിലും അതുപോലെ ഈ ഭൂമിയിലും അല്ലാഹുവിന് വേണ്ടിയിട്ട് സുജൂദ് ചെയ്യുന്ന മാലാഖമാരും മൃഗങ്ങളും ഒക്കെയുണ്ട്.
പക്ഷേ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്ത മനുഷ്യരാകുന്ന നാം അള്ളാഹുവിനോട് നന്ദികേടാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ബഹുമാനമുള്ളവരെ, നമ്മളെ വെറുതെ ഇങ്ങോട്ട് പിന്നെ സൃഷ്ടിച്ചു വിട്ടതല്ല. അള്ളാഹ് ചോദിക്കുന്നത് കണ്ടോ, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ അന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെ ഞാൻ വെറുതെ പടച്ചതാണെന്ന് ചിന്തിക്കുന്നോ എന്ന് നിങ്ങൾ കരുതുകയാണോ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. അതിനകത്ത് വെച്ച് നമ്മൾ മനസ്സിലാക്കണം, അല്ല, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമി ലോകത്ത് നാം ചെയ്തു തീർക്കേണ്ടതുണ്ട്. എന്റെ ബഹുമാനമുള്ളവരെ, ഒരു കാര്യം പറയാം, അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ കൂടി പറഞ്ഞിട്ടില്ലേ, നമ്മുടെ കണ്ണ് തന്നെ നമുക്ക് എടുത്തു നോക്കാം. നമ്മുടെ കണ്ണ്, ആ കണ്ണില്ലാത്തപ്പോഴേ കണ്ണിന്റെ വിലയറിയൂ സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനാൻ അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹുൻ നജ്ദൈൻ. എന്താ സഹോദരങ്ങളെ, ചിന്തിച്ചോ. അല്ലാഹ് പറയുകയാണ്, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. അലം നജ്അൽ ലഹു ഐനൈൻ, നിങ്ങൾക്ക് രണ്ട് കണ്ണ് നാം തന്നിട്ടില്ലേ, വലിസാന, ഒരു നാക്കിനെയും തന്നിട്ടില്ലേ. എന്നാൽ എന്റെ സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് നൽകിയ കണ്ണുണ്ടല്ലോ, ഓ കണ്ണുകൊണ്ട് നമ്മൾ നോക്കുന്നത് എവിടെയെന്നറിയോ? അന്യ പെണ്ണിന്റെ തുടിപ്പുള്ള വെളുപ്പുള്ള പാവങ്ങളിലേക്ക് അല്ലാഹു തആല തന്നിട്ടുള്ള കണ്ണുകൊണ്ട് നോക്കുന്ന ചെറുപ്പക്കാരാ, എടാ പൊന്നുമോനെ, അത് ഹറാമിയത്തിന്റെ നോട്ടമല്ലേ? അത് അല്ലാഹുക്ക് ഇഷ്ടപ്പെടാത്ത നോട്ടമല്ലേ? അല്ലാഹു തആല നമുക്ക് സുന്ദരമാക്കപ്പെട്ട കണ്ണ് എന്തിനെന്നറിയോ? ഈ ഭൂമി ലോകത്തുള്ള ഈ അന്ധകടാങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിനെ കുറിച്ചൊന്ന് ഓർക്കാനാണ്. ആകാശത്തിലേക്ക് നീ എന്ത് നോക്കുമോനെ? ആകാശത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് ഏത് രീതിക്കാണ്? ആ കടലിലേക്ക് നീ എന്ന് നോക്കുമോനെ? ആ കടൽ അല്ലാഹു തആല പരിപാലിച്ചിരിക്കുന്നത് ഏത് രീതിയിലാണ്? നിനക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹു തആല സുന്ദരമാക്കപ്പെട്ട കണ്ണ് തന്നപ്പോ ആ കണ്ണുകൊണ്ട് ഒരു അശ്ലീലമായിട്ടുള്ള സിനിമാ പോസ്റ്ററിലേക്ക് നീ നോക്കല്ല് കേട്ടോ. വൃത്തികേടിലേക്ക് നീ നിന്റെ കണ്ണിനെ പായിപ്പിക്കല്ല് കേട്ടോ. അല്ലാഹ് പറയുന്നു, അലം നജ്അൽ ലഹു ഐനൈൻ. എന്തിനാണ് അല്ലാഹു തആല കണ്ണിനെ കുറിച്ച് പറയുന്നത് എന്നറിയോ? ഈ കണ്ണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് ഈ കണ്ണിന് പകരം നിങ്ങൾ എനിക്ക് എന്താ ചെയ്യുന്നത്? അല്ലാഹു തആല സുന്ദരമാക്കപ്പെട്ട കണ്ണ് തന്നു. ഈ കണ്ണുകൊണ്ട് നാം എന്താണ് ചെയ്യുന്നത്? കണ്ണുകളും പാചങ്ങളാണോ, പൂർണ്ണനിലാവാണോ, മനസ്സകമിൽ മായുന്ന പൂന്തണിയാണോ, അജബോ എന്നറിയോ സ്നേഹപ്പൽ താരകമാണോ, പുണ്യനില പൂമുള്ള പൂത്തുവിഷു കാറ്റുള്ള പൂമരമോ പൂൻ തെന്നല് പൂർണ്ണനിലാവോ നബിയോ ചെയ്തവർ തങ്ങളോ മുസ്തഫയാണോ? ലോകത്തിന്റെ നേതാവായ റസൂലുള്ളാഹി തങ്ങൾ പോലെ സഹാബാക്കളെ ഒരു വേള വിളിച്ചുകൊണ്ട് പറഞ്ഞത്, സഹാബത്തെ, നിങ്ങൾക്ക് അല്ലാഹു തആല കണ്ണ് തന്നല്ലോ, ആ കണ്ണിന് പകരമെങ്കിൽ അല്ലാഹുക്ക് വേണ്ടി ഒന്ന് ഇബാദത്ത് ചെയ്യ് സഹാബത്തെ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി വലിസാനം വശഫതൈൻ, സുന്ദരമാക്കപ്പെട്ടൊരു നാവ് തന്നല്ലോ, രണ്ട് ചുണ്ടും തന്നല്ലോ. ആ ചുണ്ടില്ലെങ്കിൽ നമ്മുടെ കോലം നല്ല രസമായിരിക്കും അല്ലേ? ചുണ്ടില്ലെങ്കിൽ നമ്മുടെ കോലം വല്ലാത്ത രസമായിരിക്കും.
സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. എന്നാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അനുഗ്രഹങ്ങൾ ചെയ്യുന്നത്? അല്ലാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യലാണ്, അല്ലാഹ്ക്ക് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യലാണ്. അതിന് ഒന്നാമതായി നബി തങ്ങൾ പറഞ്ഞു എന്താണ്? അതാ പൊന്നുമോനെ, നീ നമസ്കാരം മുറ പോലെ നിർവഹിച്ചോ. അത് അല്ലാഹു തആല എന്റെ ശരീരത്തിന് ചെയ്ത അനുഗ്രഹങ്ങളുടെ ഒരു അംശമെങ്കിലുമായി മാറും. അത് മൊത്തമായി മാറൂന്നല്ല, മൊത്തമായിട്ട് മാറൂന്നല്ല. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ചെയ്തിട്ടുള്ള ഒരു അനുഗ്രഹത്തിന്റെ ഒരല്പമായി മാറുമെന്നാണ് ലോകത്തിന്റെ നേതാവ് നബിയുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അന്ന മൻ ഹാഫള അല സ്വലാത്തി അക്രമഹുല്ലാഹു തആല ബിഖംസ് ഖിസാൽ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നമസ്കാരത്തെ യഥാർത്ഥമായിട്ട് സൂക്ഷിച്ചവന് 5 കാര്യങ്ങൾ കൊണ്ട് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവനെ ബഹുമാനിക്കും. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, പറയുകയാണ്, യർഫഉ അൻഹു ലീഖൽ ഐഷ്. അവന്റെ ജീവിതത്തിൽ നിന്നും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ കുടിസാക്കപ്പെട്ട എല്ലാ പ്രയാസങ്ങളെയും അങ്ങ് മാറ്റിക്കളയും. ബഹുമാനമുള്ളവർ, ഇന്നിപ്പോ നമ്മുടെ വീട്ടിൽ നോക്കിയാൽ ഒന്നുകിൽ നമുക്ക് പനി, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് അസുഖം, അല്ലെങ്കിൽ നമ്മുടെ ഉപ്പാക്ക് അസുഖം, ഇങ്ങനെ തുടങ്ങിയുള്ള പലർക്കും അസുഖമായി മാറുന്നു. എന്താണ് കാരണം? കാരണം എന്താ? നമുക്ക് നമസ്കാരമില്ല. നമ്മുടെ വീട്ടിൽ അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നില്ല, അല്ലാഹുവിനെ കുറിച്ചൊരു ചിന്തയില്ല. നിങ്ങൾക്കറിയോ, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് വല്ലാത്തൊരു വയറുവേദനയാൽ 1 സെക്കൻഡ് പോലും അല്ലാഹുവിനെ കുറിച്ച് ചിന്തയില്ലാത്ത ഒരു നിമിഷം നമുക്ക് ആർക്കും വേണ്ട. വാഹനത്തിൽ കയറിയാലും ഇരിക്കുന്ന ഇരിപ്പിടത്തിലായിരുന്നാലും ഈ സമയത്ത് ഇവിടെ നമ്മൾ ഇരുന്നു കൊണ്ട് വാള് കേൾക്കുമ്പോഴായിരുന്നാലും ഒക്കെ അല്ലാഹ് എന്നുള്ളൊരു ചിന്ത എന്റെയും നിങ്ങളുടെയും മനസ്സിൽ വേണം. അങ്ങനെ ഉള്ളവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് വല്ലാത്തൊരു വയറുവേദനയാണ്, വല്ലാത്ത വയറുവേദന. ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം 2 കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവേ, എനിക്ക് വല്ലാത്ത വയറുവേദന, എനിക്ക് എന്തെങ്കിലും ഒരു വഴി അവിടെ നിന്ന് കാട്ടിത്തരണേ അല്ലാഹ് എന്ന് പിടിച്ചുകൊണ്ട് സിട്ടാവായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനോട് ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോ അല്ലാഹു തആല പറഞ്ഞു, മൂസ, കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഒരു മരുഭൂമി കാണാം, അവിടെ ഒരു ചെടിയുണ്ട്. ആ ചെടിയുടെ ഇല നീ പറിച്ചുകൊണ്ട് ബിസ്മിയും പറഞ്ഞുകൊണ്ട് നീ കഴിക്കുക. ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവിടേക്ക് ചെന്നു. ആ ചെടിയുടെ ഇല പറിച്ചു കഴിച്ചു. വയറ്റിന്റെ വേദന മാറി, അസുഖം മാറി. എന്നാൽ കുറെ കാലം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേപോലെ അസുഖം വന്നു. ബഹുമാനപ്പെട്ട ഖലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നേരെ ഓടുകയാണ്. എവിടേക്കാണ് ഓടുന്നത് എന്നറിയോ? ആ മണലാരുണ്യത്തിലേക്കാണ് ഓടുന്നത്. ആ മണലാരുണ്യത്തിലേക്ക് ചെല്ലുന്ന ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പറഞ്ഞു കൊടുത്ത ഇലയുണ്ടല്ലോ, ആ ഇലയങ്ങ് പറിച്ചു കഴിക്കുന്നു. തത്സമയം അവിടുന്ന് വയറുവേദന കൂടുന്നു. ആദ്യം അല്ലാഹു തആല പറഞ്ഞു, ആ ഇല നീ എടുത്ത് കഴിച്ചാൽ നിന്റെ രോഗം മാറുമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് എടുത്ത് കഴിച്ചു, രോഗം മാറി. രണ്ടാമത്തെ പ്രാവശ്യം ഒന്നും മിണ്ടിയ ഒറ്റപ്പോക്കാണ് ഇവിടേക്ക് മരുഭൂമിയിലേക്ക്. അവിടെ ചെന്നിട്ട് ഇലവറുത്ത് ഭക്ഷിച്ചു, വയറുവേദന കൂടി. വല്ലാത്ത വയറുവേദന. നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ ഒന്നും വയ്യ. കിടക്കുമ്പോ തോന്നും ഇരിക്കാന്ന്, ഇരിക്കുമ്പോ തോന്നും നിൽക്കാമെന്ന്. ഇങ്ങനെയുള്ള വല്ലാത്തൊരു വേദലാതി, ഒരാവലാതി കടന്നുകൂടിയപ്പോൾ ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പഴയ ശീലം തുടങ്ങി. അല്ലാഹുവിലേക്ക് 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, എനിക്ക് വല്ലാത്ത വയറുവേദനയാണ്, എനിക്ക് വല്ലാത്ത വേദനയാണ്, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലാഹ്. അതുകൊണ്ട് തമ്പുരാനേ, എന്റെ വയറുവേദന നീ ഒന്ന് മാറ്റല്ല എന്ന് കരഞ്ഞുകൊണ്ട് അവിടുന്ന് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുമ്പോ അല്ലാഹ് പറയുന്നു, മൂസ, നീ എന്നോട് വാക്ക് പറയാതെ നിന്റെ
നിന്റെ രോഗം ആ ഇല പറിച്ചു കഴിച്ചാൽ മാറുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് ആ ഇല നീ പറിച്ചു കഴിച്ചല്ല മൂസ. അതുകൊണ്ട് മൂസ ആ ഇലയോട് നിന്റെ രോഗത്തെ മാറ്റിത്തരാ നീ പറഞ്ഞോ മൂസ. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പറഞ്ഞപ്പോൾ വിഷമം കൂടി. വല്ലാത്ത വേദന, വല്ലാത്ത പ്രയാസം, കരഞ്ഞുപോയി, സങ്കടപ്പെട്ടു പോയി. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് മാപ്പപേക്ഷിച്ചു. ഒടുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗത്തെ മാറ്റിക്കൊടുത്തു. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ സദാസമയത്തും അള്ളാഹുവിനെ കുറിച്ചൊരു ചിന്ത വേണം. നമുക്ക് എന്തെങ്കിലും കുറച്ചൊരു സൗഭാഗ്യമുണ്ടായാൽ നമ്മുടെ മനസ്സിൽ വേണ്ടത് അള്ളാഹു ആണല്ലോ, എനിക്ക് ഇത്രത്തോളം സൗഭാഗ്യം എനിക്ക് തന്നിട്ടുള്ളത്, അൽഹംദുലില്ലാ. നമ്മുടെ മക്കള് നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ അൽഹംദുലില്ലാ എന്റെ മക്കൾ ഇവിടെ കൊണ്ടെത്തിച്ചത് അള്ളാഹു ആണല്ലോ. അതേപോലെ തുടങ്ങിയുള്ള മുഴുവൻ കാര്യങ്ങളിലും അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു ചിന്ത വേണം. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ അങ്ങനെ ചിന്തിക്കാനാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. ഒന്നാമതെന്താ, ഒരാൾ യഥാർത്ഥമായിട്ട് നമസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ നിന്നും പ്രയാസങ്ങളെ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അങ്ങ് മാറ്റിക്കളയും. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശദീകരിക്കാനുള്ള സമയമില്ല. രണ്ടാമതായിട്ട് പറയുകയാണ് വഅദാബൽ ഖബരി, ഖബറിന്റെ അദാബിൽ നിന്നും അവനെ കാത്തുരക്ഷിക്കുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നബി മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വലാത്തെങ്കിലും ഒന്ന് ചൊല്ലി. നമുക്ക് വേണ്ടത് സ്വലാത്താണ്. ഇത് സ്വലാത്തിന്റെ സദസ് തന്നെയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി അഹ്ലിൽ ബൈത്തി സല്ലിം. അല്ലാഹുവേ, ഞങ്ങൾ ഈ ചൊല്ലിയ സ്വലാത്തിനെ പുന്നാര റസൂലുള്ളാഹി തങ്ങളുടെ റൗളാ ശരീഫിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിൽ നീ ഖൈർ ചൊരിയണം അല്ലാഹ്. അപ്പോ സഹോദരങ്ങളെ, രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ്, ഒരാൾ യഥാർത്ഥമായിട്ട് നമസ്കാരത്തെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ വഅദാബൽ ഖബർ, അവന്റെ ഖബറിന്റെ അദാബിൽ നിന്നും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവനെ കാത്തുരക്ഷിക്കുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവിയെ കൊണ്ടുവച്ചപ്പോഴും അതേ കണക്കുള്ള ഓരോരോ മഹദികളെയും മഹാന്മാരെയും കൊണ്ട് കബറിലേക്ക് വെക്കുന്ന സമയത്ത് അവരൊക്കെ പൊട്ടിക്കറിഞ്ഞു പോയില്ലേ? നിങ്ങൾക്കറിയുമല്ലോ, നമ്മുടെ കരളിന്റെ കാതലായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ സൈനബിനെ കൊണ്ട് കബറിലേക്ക് അങ്ങ് വെക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊട്ടിയെന്ന് കരയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, എന്തിനാ അവിടുന്ന് കരയുന്നത് നബിയേ? എന്തിനാണ് വേദനപ്പെടുന്നത് നബിയേ? എന്തിനാണ് പ്രയാസപ്പെടുന്നത് നബിയേ എന്ന് ചോദിക്കുന്ന സമയത്തോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അല്ലയോ സഹാബത്തേ, എന്റെ പ്രിയപ്പെട്ട പുന്നാരമകള് സൈനബിനെ കൊണ്ട് കബറിലേക്ക് അങ്ങ് വെച്ചപ്പോ കബറുണ്ടല്ലോ, എന്റെ പൊന്നുമകളെ വന്ന് കെട്ടിപ്പിടിച്ചു സ്വഭാവത്തെ, എന്റെ പൊന്നുമോക്കുള്ള വാരിയല്ലുകൾ ഇങ്ങനെ കോർക്കുന്ന സൗന്ദര്യ മനുഷ്യരല്ലാത്ത ബാക്കിയല്ല, മൃഗങ്ങളും സസ്യലതാദികളുമെല്ലാം കേട്ടുപോയി സ്വഭാവത്തെ. അത് കേട്ടുകൊണ്ടാണ് ഞാൻ കരയുന്നത് സ്വഭാവത്തെ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞെങ്കില എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ സഹോദരങ്ങളെ, അവിടുന്ന് പറയാൻ നിനക്ക് നമസ്കാരമുണ്ടോ? നിന്റെ ഖബറിന്റെ അദാബിൽ നിന്നും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നിന്നെ കാത്തുരക്ഷിക്കും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുവാൻ. മൂന്നാമതായി പറയുന്നു, വയുഅ്തിഹില്ലാഹു കിതാബഹു ബിയമീനിഹി. നാളെ മഹ്ശറ വൻസഭയിലേക്ക് ചെല്ലുന്ന സമയത്ത്
നിന്റെ നന്മ തിന്മകൾ എഴുതിയ കിതാബുകൾ നിന്റെ ഇടം കൈയിലും വലം കൈയിലും തരും. എന്നാൽ ആദ്യമായിട്ട് നിന്റെ കയ്യിലേക്ക് തരുന്നത് നിന്റെ വലം കൈയിലേക്ക് തന്നെയായിരിക്കും. അത് ആർക്കാണ് വലം കൈയിലേക്ക് കിതാബ് കൊടുക്കുന്നത്? റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനുക്ക് വേണ്ടിയിട്ട് നമസ്കരിക്കാൻ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി വളരെ ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് വരുന്നവർ ഉസാറായിട്ട് മുന്നോട്ട് വരും. ഇന്നിപ്പോ എങ്ങനെയാ? ഫത്ഹുൽ മുഈനിൽ ഒരു ബൈത്ത് പറയുന്നുണ്ട്, തുസല്ലി ബിലാ ഖൽബി സലാത്തൻ ബിമിസ്ലിഹാ യഖൂലുൽ ഫതാ മുസ്തൗജിബൽ ലിൽ ഖൂബതി. ചില ആളുകൾ നമസ്കരിക്കാറുണ്ട്. ഈ നമസ്കരിക്കുമ്പോ എത്ര റക്അത്തുകൾ ആയെന്ന് പോലും അവനൊരു ചിന്തയില്ല. അവനിങ്ങനെ കുനിയുന്നു, ഇമാം അങ്ങോട്ട് പോകുന്നു, അവനും പോകുന്നു, ഇമാം എഴുന്നേക്കുന്നു, അവനും എഴുന്നേക്കുന്നു, ഇങ്ങനെ ചെയ്യുന്നു. ഇങ്ങനെ നമസ്കരിക്കുന്നവരുടെ കാര്യം അതവനിക്ക് നരകമാണ്. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയഅതൂന സലാത വഹും കുസാരാ ഫയഅതൂനൽ മനാകിറ ഫീ നശാതി ഫയഅതൂന സലാത വഹും കുസാരാ. ഫത്ഹുൽ മുഈനിൽ നമസ്കാരത്തിന്റെ പാഠം പറഞ്ഞിട്ട് ഇതുണ്ട്, ഈ ബൈത്ത് പറയുന്നുണ്ട്. എങ്ങനെ അവൻ നമസ്കാരത്തിന് വേണ്ടിയിട്ട് വരുമ്പോ വളരെയേറെ അലസനായിട്ടാണ് വരുന്നത്. എന്നാലോ മറ്റുള്ള വെറും വൃത്തികെട്ട കാര്യങ്ങളിലേക്ക് വരുന്നത് എങ്ങനെയാണ്? വളരെ ഉന്മേഷത്തോടു കൂടിയാണ്. കള്ളു കുടിക്കാൻ വേണ്ടിയാണ്. എത്ര സ്പീഡിനാ പോകുന്നത്, കട അടയ്ക്കൂന്ന് പറഞ്ഞിട്ട് അല്ലേ? അതുകൊണ്ടതാ പറയുന്ന അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നല്ല രീതിക്ക് നീ നമസ്കാരം നിർവഹിച്ചവനാണോ വയുഅതീഹില്ലാഹു കിതാബഹു ബിയമീനിഹി. എന്നാൽ നിന്റെ നന്മകൾ എഴുതിയ കിതാബ് നിന്റെ വലത് കയ്യിൽ തരും. നാലാമതായിട്ട് പറയാണ് വയമറു അലസ്സിറാത്തികൽ ബർഖി. സിറാത്ത് മുസ്തഖീം എന്ന് പറയുന്ന പാലം മിന്നൽ വേഗത്തിൽ അവനെ ഞാൻ കടത്തും. അഞ്ചാമതായിട്ട് പറയാണ് ഒരു ചോദ്യവുമില്ലാതെ അവനെ സ്വർഗത്തിലേക്ക് കടത്തിവിടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോ നമസ്കാരം എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഉണ്ടാകണം. അതുപോലെ ഈ നമസ്കരിക്കുന്ന എന്തിനു വേണ്ടിയാ? അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയ്ക്ക് വേണ്ടിയാ. കണ്ണുനീരോടെ മലം തൂകും നബിയേ കനിവോ പൂനിലാവോടൊത്തവർ ചെയ്തോരേ അമ്പിളി പൊൽത്താരമായി കാണിഞ്ഞതാണോ പൂർണ്ണ ചെയ്തവരവലംബലം തോറന്നതാണോ? എന്നാൽ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയാണ് വമൻ തഗാബന അനിസ്സലാ അഖബഹുല്ലാഹു ബിഖംസഅശറത ഉഖൂബാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കാതെ നമസ്കാരം ഉപേക്ഷിക്കുന്നവനാരാ അവന് 15 ശിക്ഷകൾ കൊടുക്കുന്നതാണ്. അതിൽ അഞ്ചെണ്ണം ഇവിടെ വെച്ച് തന്നെ കിട്ടുന്നു, 3 മരണവേളയിൽ കിട്ടുന്നു, 3 കബറിനകത്ത് നമ്മൾ കൊണ്ടുവെക്കുമ്പോൾ കിട്ടുന്നു, പിന്നെ 3 എപ്പോഴാണ് കബറിൽ നിന്നും അവനെ പുനർജീവിപ്പിക്കുന്ന ആ സമയത്ത് ഇങ്ങനെയുള്ള 15 ശിക്ഷകള് നമസ്കരിക്കാത്തവന് കൊടുക്കുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ഒന്നാമതായിട്ട് പറഞ്ഞു. എന്താ? തുൻസഉൽ ബറകത്തു മിൻ ഉംരിഹി. അവന്റെ ജീവിതത്തിലുണ്ടല്ലോ യാതൊരു ബറക്കത്തും ഉണ്ടാകില്ല. ഏത് സമയം നോക്കിയാലും രോഗമാണ്. ഒന്നുകിൽ അവനിക്ക് രോഗമാണ്, അല്ലെങ്കിൽ അവന്റെ മക്കൾക്ക് രോഗമാണ്, അല്ലെങ്കിൽ അവന്റെ ബന്ധുമിത്രാദികൾക്ക് രോഗമാണ്. ഏത് സമയത്തും അവനിക്ക് രോഗമാണ്. കാരണം എന്താ? അവന്റെ ജീവിതത്തിൽ നിന്നും അല്ലാഹു തആല ബറക്കത്തിനെ ഊരിക്കളഞ്ഞല്ലോ. രണ്ടാമതായിട്ട് പറയുന്നു തുംഹാ സുമാഉ സായിഈന മിൻ വജ്ഹിഹി.
അവന്റെ മുഖത്തു നിന്നും സാലിഹീങ്ങളുടെ ലക്ഷണമെന്ന് ഊരിക്കളയുകയാണ്. മൂന്നാമതായി പറയുന്നു കുല്ലു അമലി യഅമലുഹു ലാ യഅ്ജുറുല്ലാഹു അലൈഹി. അവൻ നമസ്കരിക്കാതെ ഏത് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല, അതിനുള്ള കൂലി റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവന് കൊടുക്കില്ല. വറാബിഅത്തു നാലാമതായിട്ട് പറയാറ് ലാ യർഫഉ ലഹു ദുആഉൻ ഇലസ്സമാ. എടാ നീ നമസ്കരിച്ചിട്ടില്ല എങ്കിൽ നീ ഇനി എത്രത്തോളം പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനിലേക്ക് കരഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നാലും ശരി തന്നെ, നിനക്കവിടെ സ്ഥാനമില്ല. നിന്റെ ദുആ അവിടെ നിന്ന് ഉയർന്ന അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തുന്നില്ല. ചുരുക്കിയാണ് സഹോദരങ്ങളെ പറയുന്നത്. അഞ്ചാമതായിട്ട് പറഞ്ഞു എന്താ, ലൈസ ലഹു ഹഖ്ഖുൻ ഫീ ദുആഇസ് സാലിഹീങ്ങൾ വെട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ വിഷമത്തോടു കൂടിയിട്ട് അവർ അല്ലാഹുവിലേക്ക് ചോദിക്കുമ്പോ നിനക്കവിടെ സ്ഥാനമില്ല മോനെ. കാരണമെന്താ, നീ നമസ്കരിക്കാത്തവനല്ലേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അടുക്കളക്കകത്ത് നിങ്ങൾ പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോ പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ബാങ്കിന്റെ ധ്വനി അങ്ങ് മുഴങ്ങുമ്പോ നിങ്ങളുടെ പണി ഇങ്ങനെ തീരാതെ വീണ്ടും വീണ്ടും സമയം ഇങ്ങനെ കൂട്ടിയിട്ടോ പിന്നെ നമസ്കരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോ അസറിന്റെ സമയമെത്തുമ്പോഴും ഇതേപോലെ പറയുന്ന പെണ്ണേ, അതാ അങ്ങനെയുള്ള പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷയെ കുറിച്ചാണ് പറയുന്നത്. തീർന്നിട്ടില്ല ഉമ്മ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയാ, നിനക്ക് രക്ഷപ്പെടണോ, നിനക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വിജയിക്കണോ, നീ നമസ്കാരമുള്ളവനായിട്ട് മാറുക. എന്നാലോ നബി തങ്ങൾ പറഞ്ഞല്ലോ, പിന്നെ 3 എപ്പോഴാണ് മരണസമയത്താണ്. അതിൽ ഒന്നാമതായിട്ട് പറയാ, അവൻ മരണപ്പെടുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് വല്ലാത്ത നിസാരനായിക്കൊണ്ടായിരിക്കും അവൻ മരണപ്പെടുന്നത്. രണ്ടാമതെന്തെന്ന്, എനിക്ക് വല്ലാത്ത വിശപ്പായിരിക്കോ, എത്ര കിട്ടിയാലും അവന്റെ വിശപ്പ് മാറില്ല. അവൻ വല്ലാതെ വെള്ളം താഴ്ച്ചുകൊണ്ട് അവൻ മരിച്ചു പോകുന്നു. ഈ ദുനിയാവിന്റെ സമുദ്രങ്ങളിലുള്ള എല്ലാ ജലങ്ങളും അവന്റെ വായ്ക്കകത്തേക്കൊന്ന് കൊണ്ടൊഴിച്ചു കൊടുത്താൽ പോലും അവന്റെ ദാഹം അവിടെ നിന്ന് മാറുന്നില്ല. അത്രത്തോളം ദാഹത്തോടു കൂടിയായിരിക്കും അവൻ ഇവിടെ നിന്ന് മരണപ്പെട്ടു പോകുന്നത്. എന്നാലോ സഹോദരങ്ങളെ, ഇനി ഖബറിൽ വെച്ച് കിട്ടുന്ന ശിക്ഷ എന്തെന്നറിയോ? ആ ഖബറിൽ വെച്ച് കിട്ടുന്ന ശിക്ഷ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യലീഖു അലൈഹിൽ ഖബറു ഹത്താ തഖ്തലിഫ അളലാഉഹു. ഈ ദുനിയാവിൽ വെച്ച് നമസ്കരിക്കാത്തവനാണെങ്കിൽ അവന്റെ വാരിയെല്ലുകളെ കോർക്കത്തക്കവണ്ണോ അവന്റെ ഖബറിൽ വെച്ച് കൊണ്ടവർ എടുക്കുമെന്ന് അല്ലാഹു റസൂൽ പഠിപ്പിക്കുകയാ. രണ്ടാമതെന്തെന്നറിയോ, യൂഖദു അലൈഹിൽ ഖബറു നാറാ വതഖല്ലബു അലൽ ജംറി ലൈലൻ വനഹാറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആ ഖബറിനകത്തിട്ടുകൊണ്ട് വല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുകൊണ്ട് മറിക്കുകയാണ്. ആ കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന തീയുണ്ടല്ലോ, ആ പിന്നെ ഖബറിൽ കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന തീ, ആ തീക്കകത്തിട്ട് അവനെ ഇങ്ങനെ ഇട്ടുകൊണ്ട് കറക്കുമ്പോ അവൻ വേദന കൊണ്ട് വിളിക്കുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. മൂന്നാമതോ യുസല്ലത്തു അലൈഹി ഫീ ഖബരിഹി ഫഅബാ ഇസ്മുഹു ശുജാഉൽ ഖറ. നമസ്കരിക്കാത്തവനാണെങ്കിൽ അവന്റെ ഖബറിലേക്ക് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ശുജാഉൽ ഖറ എന്ന് പറയുന്നൊരു പാമ്പുണ്ടല്ലോ, ആ പാമ്പിനെ അങ്ങ് നിശ്ചയിച്ചു കൊടുക്കുകയാണ്. ഐനാഹു മിന്നാ
ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഒരുപാട് പാമ്പുകളെ കണ്ട് പരിചയമുള്ളവരാണ് നമ്മൾ. പാമ്പുകളുടെ കോലമെന്തെന്നറിയുന്നവരാണ് നമ്മൾ. പാമ്പിന്റെ വിഷമെന്താണെന്നറിയുന്നവരാണ് നമ്മൾ. എന്നാൽ തീ കൊണ്ട് കണ്ണുള്ളൊരു പാമ്പിനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അള്ളാഹുവിന്റെ സുന്ദരമാക്കപ്പെട്ട ഖബർ എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെങ്കിൽ ആ സുന്ദരമാർക്കാട് നമസ്കരിച്ചവർക്കാണ്, സുന്ദരമല്ലാത്തവരോ അത് വല്ലാത്ത ഭയാനകമായിട്ടുള്ള വീടാട്. ആ വീട്ടിന്റെ അകത്ത് കൊടുക്കുന്ന പാമ്പാട്. ആ പാമ്പിന്റെ കണ്ണിന്റെ രൂപമാണ് പറയുന്നത് ഐനാഹു മിന്നാർ. അതിന്റെ കണ്ണുകൾ തീ കൊണ്ടുള്ളതാണ്. അതിന്റെ നഖങ്ങളോ ഇരുമ്പ് കൊണ്ടുള്ളതാണ്. അതിന്റെ നീളമോ ഒരു ദിവസത്തെ വഴിദൂരമാണ്. ഈ കല്ലിമുൽ മയ്യിത്ത് ആ പാമ്പങ്ങനെ വിളിച്ചു പറയുകയാണ്, എടാ കബറിൽ കിടക്കുന്ന മനുഷ്യ, നമസ്കരിക്കാത്ത മനുഷ്യ, നിനക്ക് വേണ്ടിയിട്ടാണ് എന്നെ ഈ കബറിനകത്തേക്ക് സിത്താവായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും. ഇതാണ് സഹോദരങ്ങളെ നമസ്കരിക്കാതെ ഈ ദുനിയാവിന്റെ പുറത്തു നിന്ന് ആഡംബരത്തിന്റെ വിട്ടെടുക്കൽ പെട്ടുപോയ ആഡംബരത്തിന്റെ ജീവിതത്തിൽ നീ എന്ന് ജീവിച്ചു തീർത്ത എന്റെ പ്രിയപ്പെട്ട ഉമ്മ, സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് വാങ്ങിന്റെ തുണിയെന്ന് മുഴങ്ങുമ്പോ ആ സീരിയലൊന്നങ്ങോട്ട് നിരത്തി വെച്ചിട്ട് പോയി നിനക്ക് നമസ്കരിക്കാ എന്തുകൊണ്ടാ കഴിയാതെ പോകുന്നതെന്ന ആ സമയത്ത് ആ നമസ്കാരത്തെക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് സീരിയലിനാണ്. ചില ആളുകൾ ചില കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. ആ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കായിരിക്കും പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ ധ്വനി കേൾക്കുന്നത്. പക്ഷെ അവരവിടെ എഴുന്നേറ്റ് പോകില്ല. ആ സംസാരമെല്ലാം കഴിഞ്ഞെല്ലാം പൂർത്തിയായതിനു ശേഷം പിന്നെ രണ്ട് ഫസാദൊക്കെ പറഞ്ഞ ശേഷമാണ് അവിടെ എഴുന്നേറ്റ് പോകുന്നത്. ആ ഒരു സ്ഥാനം പോലും, ആ ഒരു സംസാരത്തിന്റെ സ്ഥാനം പോലും നമസ്കാരത്തിന് കൊടുക്കാത്ത ഒട്ടധികം ആളുകൾ നമ്മുടെ ഈ ഭൂമിയിലോട്ട് ജീവിച്ചിരിക്കുകയാണ്. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട സ്വഹാബാ കിറാം എല്ലാം ഇരിക്കുകയാണ്. ആ സമയത്ത് ഫജാഅ ശാബുൻ മിനൽ അറബി, അറബികളിൽപ്പെട്ട ഒരു യുവാവ് ഇങ്ങനെ കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വന്നു. അവൻ വല്ലാത്ത കരച്ചിലാണ്, ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? ആ സമയത്ത് ഫഖാല യാ റസൂലല്ലാഹ് മാത അബീ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലേ, എന്റെ പ്രിയപ്പെട്ട പിതാവ് മരണപ്പെട്ടു പോയി, എന്നേക്കുമായിട്ട് ഇവിടെ പറഞ്ഞു പോയി. വലൈസ ലഹു കഫനൻ വലാ ഗാസിൽ, എന്റെ ഉപ്പാനെ ഒന്ന് കുളിപ്പിക്കാനോ മറമാടുവാനോ ആരും തന്നെ ഇല്ല. വല്ലാത്തൊരവസ്ഥയാ നബിയെ. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുകയാണ്. ആരോട്? അബൂബക്കറും ഉമറ, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനെയും വിളിക്കുകയാണ്, അബൂബക്കർ തങ്ങളെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, അവിടേക്ക് നിങ്ങൾ പോയിക്കൊണ്ട് ഈ മനുഷ്യന്റെ പിതാവിനെ ഒന്ന് നല്ലതുപോലെ എടുത്തുകൊണ്ടൊന്ന് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിങ്ങൾ ഇവിടെ കൊണ്ടുവരണം. അങ്ങനെ അവർ രണ്ടുപേരും അവിടേക്ക് പോയി. ആ സന്ദർഭത്തിൽ അവര് ആ മനുഷ്യനിലേക്ക് നോക്കുമ്പോൾ, ആ മയ്യത്തിലേക്ക് നോക്കുമ്പോൾ കണ്ടതെന്താണ്? ഒരു കറുത്ത പന്നിയുടെ കോലമാണ് കണ്ടത്.
ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ രണ്ടുപേരും മടങ്ങിയിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ട് ഫഖാല, അവർ രണ്ടുപേരും പറയുന്നു, മാ റഅയ്നാഹു ഇല്ലാ മിത്ലൽ ഖൻസീൽ അസ്വദി. അല്ലാഹുവിന്റെ നബിയെ, അവിടെ ഒരു കറുത്ത പന്നിയുടെ കോലമല്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല നബിയേ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മയ്യത്തിന്റെ അരിയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നുകൊണ്ട് നബി തങ്ങൾ നോക്കുമ്പോ അതേ രൂപത്തിലാണ് കാണുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുമ്പോ പഴയ കോലമാവുകയാണ്. എന്നിട്ട് ആ മനുഷ്യനിക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിച്ചു. അവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ആ മനുഷ്യനെടുത്തങ്ങോട്ട് മറമാറാൻ തീരുമാനിച്ചു. ആ സന്ദർഭത്തിൽ കബറിലേക്ക് ആ മനുഷ്യനെ അങ്ങെടുത്തു വെച്ചപ്പോ ആ സമയത്തും കണ്ട കാഴ്ച എന്തെന്നറിയോ? ഒരു കറുത്ത പന്നിയുടെ കോലമാണ്. ഫഖാല അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹുവിന്റെ റസൂൽ ആ ശാബ്, ആ യുവാവിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, അയ്യു അമരിൻ കാന യഅമലു അബൂക ഫിദ്ദുനിയാ. അല്ലയോ ചെറുപ്പക്കാരാ, ദുനിയാവിൽ വെച്ചുകൊണ്ട് നിന്റെ പ്രിയപ്പെട്ട ബാപ്പന്റെ അമല് എന്താണെന്ന് ചോദിക്കുമ്പോ ആ പൊന്നുമോനെ മറുപടി എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ബാപ്പ നമസ്കാരത്തെ ഉപേക്ഷിച്ചിരുന്നവനാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ സുഹാബി ഹാലമൻ തറക الصلاة يبعثه الله يوم القيامة مثل الخنزير. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബാക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, സ്വഹാബത്തെ, നമസ്കാരം ഉപേക്ഷിച്ചവന്റെ ശിക്ഷ ഇതുപോലെയാണെങ്കിൽ നാളെ അല്ലാഹുവിന്റെ മഹ്ശറാവൻ സഭയിൽ വരുമ്പോ ഇതേപോലെ ആയിരിക്കും. അവന് കറുത്ത പന്നിയുടെ കോലത്തിലായിരിക്കും അവനെ മഹ്ശറാവൻ സഭയിൽ പ്രത്യക്ഷപ്പെടുത്തുന്നതെന്ന് നമ്മുടെ ഖൽബിന്റെ രാജാവേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവ് നമുക്ക് വേണ്ട. ജിന്ദഗി, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ജിന്ദഗി ഇൻസാൻ കി മാനന്ദ ഖുശ്മുറുവേ ഖുശ്നുവ. മരക്കൊമ്പിലിരുന്ന പാട്ട് പാടുന്ന കിളിയെ പോലെയാണ് മനുഷ്യന്റെ ജീവിതം. ഏത് സമയത്ത് എവിടെ വെച്ചും മരണപ്പെടാം. അതുകൊണ്ട് ആ കിളി ചിറകട്ടടിച്ചുകൊണ്ട് പറന്നു പോകും. അത് നമ്മളാണ്. എപ്പോഴാണ് മരണപ്പെടുന്നതെന്ന് പറയാൻ പറ്റില്ല എന്നാണ് അല്ലാമ ഇഖ്ബാൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല കേട്ടതനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരാ, നമുക്കിന്ന് സമയമില്ല, ഞാൻ ചുരുക്കുകയാണ്. അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, തുഅമ്മീലു ഫിദ്ദുനിയാ തവീലൻ വലാ തദ്രീ ഇദാ ജന്ന ലൈലഹു തഈശു ഇലാ ഫജ്രി. എന്റെ പ്രിയമുള്ള സഹോദരാ, ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോ ആർഭാടത്തിന്റെ കുത്തൊഴുക്കിലേക്ക് പോകുമ്പോ ആനന്ദത്തിന്റെ പരദീസയിലേക്ക് നീ കാലിട്ടടിക്കുമ്പോ നീ ചിന്തിച്ചോ പൊന്നുമോനെ, നാളെ നീ ചെന്നുകിടക്കേണ്ടത് ഖബറിലാണല്ലോ. സുന്ദരമാക്കപ്പെട്ട മണിമാളികയിൽ നീ കിടന്നുറങ്ങുമ്പോ, നല്ല കട്ടിലിൽ നീ കിടന്നുറങ്ങുമ്പോ, പട്ടുമെത്തയിൽ നീ കിടന്നുറങ്ങുമ്പോ നീ ചിന്തിച്ചോ, അക്കാനും പള്ളിക്കാട്ടിൽ ഒരു നാളിൽ നമ്മൾ പൊന്നേ എന്നാണെന്നറിയില്ലേലും എന്നായാലും നമ്മൾ പൊന്നേ. കള്ളിച്ചെടി നിറയുന്ന പള്ളിക്കാട് കണ്ടാൽ ഭയം നേറും ഇരുളിൽ കൂടെ. കള്ളിച്ചെടി നിറയുന്ന പള്ളിക്കാട് കണ്ടാൽ ഭയം നേറും
കബറന്ന കൂട്ടിൽ മറ്റാരുമില്ല, കൂട്ടുകാരാരും അവിടെയില്ല, കബറന്ന കൂട്ടിൽ മറ്റാരുമില്ല. എന്റെ പ്രിയമുള്ള ഉമ്മ, നിനക്കൊരു രോഗം വന്നാ, നിനക്കൊരു ബുദ്ധിമുട്ട് വന്നാ, നിനക്കൊരു പ്രയാസം വന്നാ, നീ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയാറില്ലേ? നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളോട് പറയാറില്ലേ? ഇതേപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ ആളുണ്ടല്ലോ. എന്നാൽ രാത്രി നീ കിടക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നിനക്കൊരു രോഗം വന്ന് നീ ഒന്ന് വിളിച്ചാ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നിന്റെ അരികിലുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട മക്കൾ നിന്റെ അരികിലുണ്ടല്ലോ. എന്നാ കൂട്ടുകാരാരും അവിടെയില്ല, കബറന്ന കൂട്ടിൽ മറ്റാരുമില്ല. നിന്റെ പ്രിയപ്പെട്ട ഉപ്പയില്ലാത്ത കബറുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയില്ലാത്ത കബറുണ്ടല്ലോ, നിന്റെ ബന്ധുമിത്രാദികളില്ലാത്ത കബറുണ്ടല്ലോ. ഓ, കബറിൽ നീ ഏകയായിട്ട് കഴിയുമെന്നുള്ള ചിന്ത എന്തുകൊണ്ടാ പെണ്ണേ നീ മറന്നു പോയതാ? ഇന്നതാ നേരം വെളുത്തു കഴിയുമ്പോ നീ അന്യവേഷങ്ങൾ കെട്ടിക്കൊണ്ടു പോകുമ്പോ, സിനിമാ താരങ്ങളുടെ വേഷവിധാനം അനുകരിക്കുമ്പോ, സിനിമാ താരങ്ങൾ അവറത്ത് മറക്കുന്നത് പോലെ, മുഴുവൻ അവറത്തും വെളിയിൽ കാണുന്നത് പോലെ അവറത്ത് മറക്കുന്ന പെണ്ണേ, ദുനിയാവ് നശ്വരമാണ് മോളെ. ആഖിറത്തെ കുറിച്ച് നിനക്കൊന്ന് ചിന്ത വേണ്ടേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിനെ കുറിച്ച് ചിന്ത വേണേ, ആ ഖബറിനെ കുറിച്ച് നിനക്ക് ചിന്ത വേണേ. എന്തിനേറെ പറയുന്ന സഹോദരാ, നിനക്ക് സുന്ദരമാക്കപ്പെട്ട കണ്ണ് തന്നിട്ടുണ്ടല്ലോ, ചെവി തന്നിട്ടുണ്ടല്ലോ, അല്ല കാല് തന്നിട്ടുണ്ടല്ലോ. ഇതൊക്കെ അല്ലാഹു തആല ചെയ്ത അനുഗ്രഹമാണല്ലോ. പിന്നെന്തുകൊണ്ടാ നീ പലിശയിലേക്ക് പോകുന്നത്? പിന്നെന്തുകൊണ്ടാ നീ ചൂത് കളിക്കാൻ പോകുന്നത്? പിന്നെന്തുകൊണ്ടാ നീ കള്ളുകുടിയിലേക്ക് പോകുന്നത്? എന്റെ പ്രിയമുള്ള സഹോദര, എന്റെ പ്രിയമുള്ള യുവാക്കളോട് ഞാനെന്ന് പറയട്ടെ, നാളെ നേരം വെളുത്തു കഴിഞ്ഞിട്ട് കരുനാഗപ്പള്ളിയിലേക്ക് നീ എന്ന് പോയി നോക്കുമോനെ, എത്രയോ നിന്റെ വയസ്സുള്ള ചെറുപ്പക്കാര് രണ്ട് കാലുകൊണ്ട് നടക്കാൻ പോലും കഴിയാതെ വഴിയോരത്തുകൂടി തിഴഞ്ഞിഴഞ്ഞു നീങ്ങുമ്പോ, വടിയിടച്ചുകൊണ്ട് സഞ്ചരിക്കുമ്പോ, ഒരാൾക്കുള്ള സഹായത്തോടു കൂടിയല്ലാതെ ഇപ്പുറത്തേക്കൊന്ന് മുറിച്ചു കടക്കാൻ പോലും കഴിയാത്ത എത്രയോ ചെറുപ്പക്കാരുണ്ട് സഹോദരാ. പക്ഷേ ആ സമയത്ത് നീ ചിന്തിച്ചോ, എനിക്ക് കണ്ണു തന്ന അല്ലാഹ്, എനിക്ക് കാല് തന്ന അല്ലാഹ്, എന്റെ ശരീരത്തിനൊരു കോട്ടവും വരുത്താത്ത അല്ലാഹ്, അൽഹംദുലില്ലാഹ്. നാളെ നേരം വെളുത്തു കഴിഞ്ഞിട്ട് ആ മെഡിക്കൽ കോളേജിലേക്ക് നീ ഒന്ന് പോയി നോക്കണ്ട ചെറുപ്പക്കാരാ. നിന്റെ വയസ്സുള്ള എത്രയോ ആൾക്കാരാ അവിടെ മുടികളെല്ലാം കൊഴിഞ്ഞിട്ട് രോഗബാധിതയായി കിടക്കുന്നത് വല്ലാത്ത ഭയാനകമായിട്ടുള്ള അവസ്ഥയല്ലേ. സുബൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അറിയുമല്ലോ, ഉമ്മാക്ക് വേണ്ടി കഷ്ടപ്പെട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട്, സ്വന്തം ഭാര്യക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട്, ഭാര്യയുടെ അനുജത്തിയെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് നിന്നതാ സ്വർണ്ണമെടുത്തുകൊണ്ട് മടങ്ങുന്ന സുബൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാർ നിങ്ങൾ പത്രങ്ങളിൽ കൂടിയിട്ട് വായിച്ച ചെറുപ്പക്കാരാ. ദുനിയാവിന്റെ ആഡംബരത്തിന് മതിമറക്കുന്ന ചെറുപ്പക്കാരാ, ദുനിയാവിന് ഇഷ്ടം വെച്ചുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിമേ, എന്തുകൊണ്ടോ
നിനക്ക് അല്ലാഹുവിനെ ചിന്തിക്കാൻ കഴിയാതെ പോയത്. അതാ ചീറിപ്പായി വന്നിരുന്ന സൂപ്പർ മാസിന്റെ ഇടയിൽപ്പെട്ടുകൊണ്ട് സുബൈർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ആ യുവാവിടെ വെച്ച സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിനക്ക് എപ്പോഴാ മരണപ്പെടാ, നീ എപ്പോഴാ മരണപ്പെടുന്നു എന്ന് പറയാൻ നിനക്ക് കഴിയോ സഹോദരാ? ഇവിടെ നിന്ന് വാല് പറയുന്ന ഷമീർ ദാരിമി എന്ന പള്ളിയിലേക്ക് എത്തുമെന്ന് പറയാൻ കഴിയില്ല ചെറുപ്പക്കാരാ. ഇവിടെ ഇരുന്നുകൊണ്ട് വാല് കേൾക്കുന്ന ഉമ്മമാർക്ക് വീട്ടിലെത്താൻ ഉറപ്പുണ്ടെന്നൊരിക്കലും